Hi, good morning, all of you. Good morning, Good sir. morning, sir. Good morning, sir. Good morning, sir. Good morning, sir. Good morning, sir. Yes, നമുക്ക് തുടങ്ങാം. അപ്പോ ഞാൻ ആദ്യമേ പരിചയപ്പെടുത്താം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ക്ലാസ്സിൽ വരുന്നത്. സാധാരണഗതിയിൽ നിങ്ങൾക്ക് ക്ലാസ് ആരംഭിക്കുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് നോൺ അക്കാദമിക് ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകാറുള്ളതാണ്. ഞാനൊരു മെഡിക്കൽ ഇഷ്യൂവിന്റെ ഭാഗമായിട്ട് ആ സമയത്ത് എനിക്ക് കയറാനായി പറ്റിയില്ല. അപ്പോ നമ്മുടെ സ്റ്റുഡൻസിന് കുറെ പേർക്ക് ഏറെ സംശയങ്ങൾ ഉണ്ട് എന്ന് വിവിധ കാര്യങ്ങളിൽ സംശയങ്ങൾ ഉണ്ട് എന്ന് ടീച്ചർമാരെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്കിപ്പോ ബാക്കി ഞാൻ വേറെ കാര്യങ്ങളൊന്നും തന്നെ വിശദീകരിക്കുന്നില്ല. ക്ലാസ്സുകൾ ഏകദേശം ഇപ്പൊ ഇത്രത്തേക്കാളായിട്ടുണ്ടല്ലോ. ഓരോരുത്തർക്കുമുള്ള സംശയങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരായിട്ട് ചോദിക്കുക. നമുക്ക് ആ സംശയങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവാം. ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. അപ്പോ സംശയങ്ങള് ഏതൊക്കെ ഭാഗങ്ങളെ കുറിച്ചാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ഒന്നുകിൽ ഓറലായിട്ടോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ ഇട്ടാൽ മതി. ഞാൻ ഓരോന്നിന്റെ ആയിട്ട് മറുപടി പറയാം. എന്റെ പേര് പരിചയപ്പെടുത്തിയ അല്ലെ? എന്റെ പേര് ജയദേവ് എന്നാണ്. ഞാൻ സ്മാർട്ട് ശ്രീയുടെ ഫൗണ്ടർമാരിൽ ഒരാളാണ്. 2 മാനേജിംഗ് പാർട്ട്നേഴ്സ് ആണ് സ്മാർട്ട് ശ്രീക്ക് ഉള്ളത്. മറ്റേ ആളുടെ പേര് സെൻരാജ് സാർ എന്നാണ്. സെൻരാജ് സാറാണ് ടെക്നിക്കൽ സൈഡ് ബാക്കി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. സാധാരണഗതിയിലുള്ള ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടാകാത്തത് കൊണ്ടുള്ള സംശയങ്ങളാണ് എന്നാണ് പറഞ്ഞത് എന്നോട്. എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ വിശദമായിട്ട് പ്രതിപാദിച്ചു പോകാറുള്ളതാണ്. അപ്പോ സംശയങ്ങളുള്ളത് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞിട്ട് 11:30 മണിക്ക് ആവുമ്പോഴേക്കും അടുത്ത ടീച്ചർ ക്ലാസ്സിൽ കയറുന്നതാണ്. ഓക്കെ സാർ, ഒരു ഡൗട്ട്. ഓക്കെ, അർജുൻ. അർജുൻ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ വേറെ അല്ലേ? സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ കൂടെ. ഓക്കെ ശരി. സാറേ, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഈ സ്മോൾ ഹോസ്പിറ്റൽസിലും മീഡിയം സൈസ്ഡ് ഹോസ്പിറ്റൽസിലും കാണുമോ? ലാർജ് ഹോസ്പിറ്റലിൽ മാത്രമല്ലാതെ ഒരു മീഡിയം ടൈപ്പ് ഹോസ്പിറ്റലിലൊക്കെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കാണുമോ? ഞാൻ പറയാം. മിനിമം ലെവലുള്ള ക്ലിനിക്കുകൾ മുതൽ, അതായത് IP വിഭാഗമില്ലാത്ത OP വിഭാഗം മാത്രമുള്ള ക്ലിനിക്കുകൾ മുതൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബിന്റെ ഭാഗമായുള്ള 15 ജോബ് റോൾ മുതൽ 19 ജോബ് റോൾ വരെയുണ്ട്. ആ ജോബ് റോളുകൾ അത്യന്താപേക്ഷിതമാണ്. എല്ലായിടത്തും ചാൻസ് ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. അല്ല, ആക്ച്വലി ഇവിടെ ഞാൻ നാടെന്ന് പറയുന്ന കായംകുളം രാമപുരത്താണ് സാറേ. ഓക്കെ, കായംകുളം കൊല്ലമല്ല, കായംകുളം രാമപുരം, ആലപ്പുഴ ജില്ല. അപ്പോ ഞങ്ങളുടെ ഇവിടെ കുറെ സ്മോൾ സൈസ്ഡും മിഡ് സൈസ്ഡും മീഡിയം ആയിട്ടുള്ള ഹോസ്പിറ്റലും സ്മോൾ ഹോസ്പിറ്റൽസും ഒക്കെ ഞങ്ങളുടെ അടുത്ത് ഒരുപാടുണ്ട്. എല്ലായിടത്തും ഉണ്ട്. അതിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. ഫ്രണ്ട് ഓഫീസ് മുതൽ അതിന്റെ റെക്കോർഡ് കീപ്പിംഗ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഈവൻ ഒരു ക്ലിനിക്കാന്ന് വിചാരിക്കുക, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രമുള്ള ഒരു ക്ലിനിക്കാണെന്ന് വിചാരിക്കുക. ഞാൻ പറയുന്നത് ഒരു ഡോക്ടർ മാത്രം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കൺസൾട്ട് ചെയ്യുന്ന ഒരു സ്ഥലമല്ല കേട്ടോ. ഇപ്പൊ ഒരു വിഭാഗത്തിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്ക് ആണെങ്കിൽ ആ ക്ലിനിക്കിന്റെ അകത്ത് ആവശ്യമുള്ള കുറെ ഭാഗങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവരുടെ മാർക്കറ്റിംഗ് PRO എന്ന് പറയുന്നത്. മാർക്കറ്റിംഗിന് വേണ്ടിയിട്ടുള്ള PR. ഒരുപക്ഷെ നമ്മൾ ക്ലിനിക്കുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് കാണാനായിട്ട് വിസിബിൾ ആയിട്ട് ഉള്ള ഒരു പോസ്റ്റ് ആയിരിക്കില്ല അത് മാർക്കറ്റിംഗ് PRO എന്ന് പറയുന്നത്. അതിന്റെ ഫ്രണ്ട് ഓഫീസ്, അതിന്റെ ഓഫീസ് മാനേജ്മെന്റ്, റെക്കോർഡ് കീപ്പിംഗ്, അങ്ങനെ നിരവധിയായിട്ടുള്ള തസ്തികകൾ ഇത്തരത്തിലുള്ള ക്ലിനിക്കുകൾ മുതൽ മുകളിലേക്ക് ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. വലിയ ഹോസ്പിറ്റലുകളുടെ ഒരു പ്രയോറിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് അത്രയും കൂടുതൽ ഒഴിവുകൾ ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ട് കുറെ പേരെ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ കാണാനായിട്ട് സാധിക്കും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്ന് പറയുന്നത്
പിന്നെ ഹോസ്പിറ്റലുകളിൽ 2 തരത്തിലുള്ള വിഭാഗങ്ങളാണുള്ളത്. നിങ്ങളിപ്പോ പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, 2 നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. മൊത്തം ഹോസ്പിറ്റലിലുള്ള ജീവനക്കാരുടെ 35% ആളുകൾ, 35% വരുന്ന ആളുകൾ എംപ്ലോയീസ് എന്ന് പറയുന്നത് നോൺ മെഡിക്കൽ വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോ വലിയ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നിങ്ങൾക്ക് കുറേയേറെ പേരെ കാണാനായി സാധിക്കും. ആയിക്കോടൊക്കെ അത്രയേറെ പേരെ കണ്ടുകൊണ്ട് വരില്ല. പക്ഷെ എങ്കിലും അതിന്റെ ഒരു മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും ഇല്ലാതെ ഈ സ്ഥാപനങ്ങൾക്കൊന്നും മുന്നോട്ടേക്ക് പ്രവർത്തിച്ച് പോകുവാനായി സാധ്യമുള്ളതല്ല. ഓക്കെ. ഓക്കെ. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാറേ, ഈ HR മാനേജർ എന്നൊക്കെ പറയുന്ന ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ സ്കോപ്പ് ആണല്ലോ. പിന്നെ ഉണ്ട്. HR മാനേജർ, HR എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറയുന്നത് ഒരു ഹോസ്പിറ്റലിനകത്തുള്ള ചോദ്യം പൂർത്തീകരിച്ചോളൂ. അപ്പോ സാറേ, അപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന, അപ്പൊ ഈ HR എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് ആണല്ലോ. അതെ. റിക്രൂട്ട് ചെയ്യുന്ന ഈ ഹ്യൂമൻ റിസോഴ്സിലെ ആളുകളെ ഹോസ്പിറ്റലിലോട്ട് റിക്രൂട്ട് ചെയ്യലൊക്കെ ആണല്ലോ അവരുടെ ജോലി. അതെ. അപ്പോ ഇത് MBA HR കൊണ്ടുപോയിട്ട് അവർക്ക് ഇത് സ്കോപ്പ് ഇല്ലേ? അപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലാതെ ജസ്റ്റ് MBA HR BBA HR പഠിക്കുന്നവർ ഈ ജോലി കൊണ്ടുപോകത്തില്ലേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഓക്കെ. അതായത് ഒരു ഹോസ്പിറ്റലിനകത്തുള്ള ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുക, അവർക്ക് പരിശീലനം നൽകുക, അവരുടെ നിയമപരമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ നോക്കുക, അവരുടെ പ്രവർത്തനം വർക്ക് അനലൈസ് ചെയ്യുക, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള HR മനുഷ്യ വിഭവശേഷി വിഭാഗത്തിനുള്ളത്, HR ഡിപ്പാർട്ട്മെന്റിനുള്ളത്. ഓക്കെ. അത്രയും കാര്യം മനസ്സിലായല്ലോ? മനസ്സിലായി സാറേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സും നിലവിൽ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ MBA-യുടെ തന്നെ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഉണ്ട്, BBA-യുടെ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ പ്രോഗ്രാം ഇപ്പോ നിലവിൽ അവൈലബിൾ ആണ്. ഹെൽത്ത് കെയർ പ്രോഗ്രാം എന്നുള്ള നിലയിലുള്ള ഗ്രാജുവേഷൻ പ്രോഗ്രാമുകളും അവൈലബിൾ ആണ്. പക്ഷെ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവര് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പോ സുപ്പീരിയർ പോസ്റ്റുകൾ കുറെ ഉണ്ടാവും. ഇപ്പൊ HR മാനേജറുടെ ഒരു പോസ്റ്റിലേക്ക് വരുന്നത് MBA-യുടെ ഹെൽത്ത് കെയർ മാനേജ്മെന്റോ അല്ലെങ്കിൽ HR ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷെ അതിന് താഴെ HR-ൽ തന്നെ 12ഓളം തസ്തികകൾ വരുന്നുണ്ട്. റിക്രൂട്ടർ വരുന്നുണ്ട്, അനലൈസർ വരുന്നുണ്ട്, അസിസ്റ്റന്റ് വരുന്നുണ്ട്, അങ്ങനെ കുറെ വരുന്നുണ്ട്. ഞങ്ങൾ തന്നെ അതുകൊണ്ട് HR-ന്റെ കോഴ്സ് മാത്രമായിട്ട് നമ്മൾ പ്രത്യേകം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ HR ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് 3000 രൂപ. 5 മാസത്തെ സാറേ? 5 മാസത്തെ എന്തോ 5 മാസത്തെ കോഴ്സ് അല്ലേ? 5 മാസത്തെ കോഴ്സ്. 5 മാസത്തെ കോഴ്സ് സ്റ്റാറ്റസ് ഇട്ട കണ്ടായിരുന്നു. 3000 രൂപയ്ക്ക് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ അത് ഹോസ്പിറ്റലുകളിൽ മാത്രമല്ല, മുഴുവൻ സ്വകാര്യ സ്ഥാപനങ്ങളിലും HR ഡിപ്പാർട്ട്മെന്റിലേക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഹോസ്പിറ്റലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കീ പോസ്റ്റുകളിലേക്ക് നിശ്ചയമായിട്ടും ഡിഗ്രിയുള്ള എക്സ്പീരിയൻഡ് ആയിട്ടുള്ള MBA ഉള്ള ആളുകളെ ആയിരിക്കും എടുക്കുക. പക്ഷെ അതിന് താഴെ ഒരുപാട് തസ്തികകളുണ്ട്. ആ തസ്തികകളിലൂടെ ഇതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകളെ ആയിരിക്കും എടുക്കുക. അതിന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതില്, ഒരു ഹോസ്പിറ്റലിനകത്ത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിലോട്ട് ഒരു വേക്കൻസി വരും. അങ്ങനെ ഒരു വേക്കൻസി വരുമ്പോൾ HR മാത്രം കഴിഞ്ഞിട്ടുള്ള ഒരാളെ ആയിരിക്കും എടുക്കുക, അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെ ആയിരിക്കും എടുക്കുക. നിശ്ചയമായും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെ ആയിരിക്കും എടുക്കുക. കാരണം അയാൾക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള A to Z കാര്യങ്ങളിൽ ആഴത്തുള്ള അവഗാഹം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ HR-ന്റെ ഒക്കെ വളരെ ഒരു ഉപരിപ്ലവമായിട്ടുള്ള രീതിയിൽ വളരെ ഒരു സർഫേസ് ലെവൽ മാത്രമാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ആഴത്തിൽ HR-നെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ. പക്ഷെ ഹോസ്പിറ്റലുകളിലെ മുഴുവൻ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളിൽ നമുക്ക് അതൊക്കെ ഒരു പ്രയോറിറ്റി കിട്ടും. ഓക്കെ. ഓക്കെ സാർ. പിന്നെ HR എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന നമുക്കൊക്കെ സ്കോപ്പ് ഉള്ളതായിരിക്കും അല്ലേ? PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാർക്ക് സ്കോപ്പ് കാണും അല്ലേ? HR മാനേജർ അല്ല, HR എക്സിക്യൂട്ടീവ്.
HR എക്സിക്യൂട്ടീവ് ഉണ്ട്, HR റിക്രൂട്ടർ ഉണ്ട്, HR അനലൈസർ ഉണ്ട്, വർക്ക് മാനേജർ ഉണ്ട്, അങ്ങനെ കുറെ തസ്തികകൾ ഉണ്ട് HR ഡിപ്പാർട്ട്മെന്റിൽ തന്നെ. പിന്നെ ഡിഗ്രി വേണമെന്ന് അങ്ങനെ നിർബന്ധം ഇല്ലല്ലേ? ഇതെല്ലാം ഞാൻ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരു കാര്യം പറയാതെ, എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് 126 ജീവനക്കാര് വർക്ക് ചെയ്യുന്നുണ്ട്. 126 ജീവനക്കാർ 5 ഓഫീസുകളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങള് പ്രധാനമായും ഇവരെ കൊണ്ട് ഫസ്റ്റ് നോക്കുന്നത് +2 ഒരു മിനിമം യോഗ്യത ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പൊതുവിൽ നോക്കാറുണ്ട്. +2 അടിസ്ഥാന യോഗ്യത ഉണ്ടോ എന്നുള്ള കാര്യം നോക്കും. രണ്ടാമത് നമ്മൾ നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ പെർഫോമൻസ് ആണ്, അവരുടെ സ്കില്ലാണ്, അവര് എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പണ്ടത്തെ ഒരു കഥയുണ്ട്, ഞാൻ എല്ലാ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലും പൊതുവെ സൂചിപ്പിക്കാറുണ്ട്. രാമൻ ചേട്ടനും ദേവസ്വ ചേട്ടനും കൂടി SSLC പരീക്ഷ എഴുതാൻ പോയി. അപ്പൊ രാമൻ ചേട്ടൻ എല്ലാ ദിവസവും വെളുപ്പിന് എഴുന്നേൽക്കും, 9 മണി വരെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കും, പരീക്ഷയ്ക്ക് പോകും. വൈകുന്നേരം വന്നാൽ വേറെ പോകൂല, വൈകുന്നേരം വന്നാൽ വേഗം കുളിച്ച് ഫ്രഷായി തൊട്ടടുത്ത ദിവസത്തെ പരീക്ഷയ്ക്ക് വേണ്ടി രാത്രി 12 മണി വരെ ഇരുന്ന് പഠിക്കും. ദേവസ്വ ചേട്ടൻ വളരെ കൂളായിട്ട് 8 മണിയാകുമ്പോൾ ഇരിക്കും, കുളി ഇതൊക്കെ കഴിഞ്ഞ് 9 മണിക്ക് വരെ ബുക്ക് 1.5 മണിക്കൂർ പഠിച്ചിട്ട് നേരെ എക്സാമിന് പോകും. വൈകുന്നേരം വന്നാലൊന്ന് ലൈബ്രറിയിൽ പോകും, പുറത്തൊക്കെ പോകും. രാത്രി ഒരു 9 മണിയാകുമ്പോൾ വന്നിരുന്ന് ഒരു 10-10 വരെ പഠിക്കും, കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് വീണ്ടും ഇരിക്കും. അങ്ങനെയാണ് വർക്ക് എഫർട്ട് വെച്ചിട്ട് രാമൻ ചേട്ടനാണ് SSLC പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങേണ്ടത്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ നേരെ തിരിച്ചാണ് ഉണ്ടായത്, ദേവസ്വ ചേട്ടനാണ് മാർക്ക് കൂടുതൽ കിട്ടിയത്. ഓക്കെ, അപ്പോ അതിനകത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് നമ്മുടെ യോഗ്യത എന്നുള്ളതിനേക്കാളപ്പുറം സ്വകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിട്ട് അവർ എല്ലായ്പ്പോഴും ഒരു ടൈറ്റ് കോമ്പറ്റീറ്റീവ് വർക്കായിരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുക. ആ വർക്കിനകത്ത് നമ്മുടെ ഒരു സ്കില്ല്, നമ്മുടെ ഒരു പെർഫോമൻസ്, നമ്മൾ ആ വർക്ക് എത്രത്തോളം സ്മാർട്ടായിട്ടാണ് ചെയ്യുന്നത്, എത്രത്തോളം കാണുമല്ലേ, എന്തോ ടാർജറ്റ് ഒക്കെ കാണുമായിരിക്കും അല്ലേ ഈ പറഞ്ഞ തസ്തികൾക്കൊക്കെ? വിഭാഗത്തിന്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ്. ഇപ്പോ നിങ്ങൾക്ക് ഇപ്പോ പോസ്റ്റിംഗ് കിട്ടുന്നത് മാർക്കറ്റിംഗിലാണെന്ന് വിചാരിക്കുക. മാർക്കറ്റിംഗിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള മാർക്കറ്റിംഗ് മാനേജർ ഉണ്ടാവും, തൊട്ട് താഴെ കുറെ പേര് കൂടി ഉണ്ടാവും. മാർക്കറ്റിംഗിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റലിനകത്താണെങ്കിലും ഒരു നിശ്ചിത ടൈം ഫ്രെയിമിനകത്ത് പൂർത്തിയാക്കാനുള്ള, അതായത് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാവും. ആ ആക്ഷൻ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു ടൈം ഫ്രെയിമിനകത്ത് ഇത്ര ടൈമിനകത്ത് ഇന്ന കാര്യം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാകണം, ഇത്ര പേഷ്യൻസ് അവിടെ വന്നിട്ടുണ്ടാകണം, ഈ കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് അവർക്കൊരു ധാരണ ഉണ്ടാവും. അപ്പൊ അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ്. നിങ്ങളെ ഒരുപാട് ഹോസ്പിറ്റലുകളുടെ പിന്നെ ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇല്ലേ? ഈ കണ്ണിന് സൗജന്യ കണ്ണ് ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പ്, നേത്രരോഗ ചികിത്സ ക്യാമ്പ് സൗജന്യമായിട്ട്. ഇത് വെച്ചൊരു നോട്ടീസൊക്കെ ഇട്ട് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളൊക്കെ പിടിച്ചിട്ടായിരിക്കും ഈ ഹോസ്പിറ്റലുകാർ പൊതുവെ ചെയ്യുക. ചില സ്ഥലത്ത് എല്ലാ വിഭാഗത്തിലുമുള്ള സൗജന്യ ചികിത്സാ ക്യാമ്പുകൾ ഇതിൽ നടത്താറുണ്ട്. അതിനു വേണ്ടിയിട്ട് തന്നെ ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഒരു വലിയൊരു ടീമുണ്ട്. അപ്പോ അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നോട്ടീസ് വിതരണം ചെയ്യുമ്പോൾ 10-200 പേര് സൗജന്യമാണല്ലോ, 10-200 പേര് അവിടെ ചെല്ലുന്നു, ക്യാമ്പിൽ പങ്കെടുക്കുന്നു, തിരിച്ച് സൗജന്യമാണ്. ഡോക്ടറുടെ കൺസൾട്ടേഷൻ സൗജന്യമാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വിടുന്നത് വെച്ചാൽ ഏറ്റവും ജൂനിയർമാരായിട്ടുള്ള 2-3 ഡോക്ടർമാർ അങ്ങോട്ടേക്ക് വിടും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഇവരുടെ അസുഖത്തെ സംബന്ധിച്ചിട്ടൊക്കെ ഒന്ന് ഡയഗ്നോസ് ചെയ്യും. അത് ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 100 പേര് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു 10, 25, 30 പേർക്കെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് തുടർ ചികിത്സ ആവശ്യമുള്ള ആളുകൾ ഉണ്ടാകും. ആ 30 പേരെ ഒറ്റയടിക്ക് ഒരു ബൾക്ക് ക്യാമ്പയിനിലൂടെ അവരെങ്ങനെ എന്താ പറയുക കോരിയെടുത്ത് കൊണ്ടുപോകാണ്. സൗജന്യ സർജറി സൗജന്യമാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ. അത് മാത്രമാണ്, അതിന് വേണ്ടിയിട്ടൊരു നിശ്ചിത ഫീസ് അടക്കേണ്ട വരും എന്നാ പറയാം. പക്ഷെ ബൾക്കായിട്ട് അങ്ങനെ കിട്ടുമ്പോൾ ആ ഹോസ്പിറ്റലുകാർക്ക് അത് ഭയങ്കര ലാഭമാണ്. കാരണം ഒറ്റയടിക്ക് ഒരു ടീമിൽ കൊടുക്കുക പറയാം, എത്രയും പേരുടെ പേഷ്യൻസ് ഇല്ല, കുറെ കാര്യങ്ങൾ. സർജറി മാത്രമാണ് അതിൽ സൗജന്യ നിരക്കിൽ ചെയ്യുന്നത്, അതും പൂർണ്ണമായും സൗജന്യമായിരിക്കില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുബന്ധമായ കുറെ കാര്യങ്ങളുണ്ടാവും. ഈ കാര്യങ്ങള് പിന്നെ അതിന്റെ ലാഭം
ഹോസ്പിറ്റലുകൾ കിട്ടുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ ഇത് ഒരു ആക്ഷൻ പ്ലാനിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. മാർക്കറ്റിംഗിന്റെ ഒരു ഭാഗമാണ് ഈ ഞാനിപ്പോ പറഞ്ഞ കാര്യം. ഇതുപോലെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതെല്ലാം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് അതിനൊരു ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് വെച്ചിട്ട് ഇത്ര പേഷ്യൻസിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, അതിനാവശ്യമായിട്ടുള്ള അഡ്വർടൈസ്മെന്റ്, ബാക്കിയുള്ള പ്രമോഷൻ വർക്കുകളൊക്കെ അവർ ചെയ്യേണ്ടതുണ്ട്. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്കൊന്നും ഇപ്പൊ ഫ്രണ്ട് ഓഫീസിന് വേറെ എന്ത് ടാർഗറ്റാ കൊടുക്കാൻ സാധിക്കില്ല. HR ഡിപ്പാർട്ട്മെന്റിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നിലവിലുള്ള മനുഷ്യ വിഭവശേഷിയുടെ, നിലവിൽ ആ ഹോസ്പിറ്റലിൽ ജോലി എടുക്കുന്ന മുഴുവൻ ജീവനക്കാരുടെയും വർക്ക് സ്റ്റഡി ചെയ്തിട്ട് അതിൽ നിന്ന് എത്രത്തോളം കൂടുതലായി ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പഠനം നടപ്പാക്കിയിട്ട് അത് നടപ്പാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ജീവനക്കാരുടെ ഇടയിൽ പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളുണ്ട്. ജീവനക്കാരുടെ ഇടയിൽ അവരുടെ ചലനശേഷി സിദ്ധാന്തം, അതൊരു സിദ്ധാന്തമാണ്. അതായത് ഒരു ജീവനക്കാരൻ ഒരു ഇടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് തന്റെ ജോലി കാര്യത്തിന് വേണ്ടിയിട്ട് ചലിക്കുമ്പോൾ, അതായത് ഒരു ഓഫീസിലില്ല ചലിക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു സമയനഷ്ടം, ഈ സമയനഷ്ടത്തെ കുറിച്ച് കണക്കൂടും. അതാണ് ഞാൻ പറഞ്ഞത് ഈ അനലൈസർ എന്ന് പറഞ്ഞ ജോബ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള. അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവരുടെ ഔട്ട്പുട്ട് മാക്സിമം കിട്ടാവുന്ന രീതിയിൽ ആ കാര്യങ്ങൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. ഓക്കെ സാറ്, അപ്പൊ മാനേജറിൽ എത്ര തസ്തികകളുണ്ട് താഴെ സബായിട്ട്? HR എന്റെ ഒരു ഓർമ്മയില് ഞാൻ HR ഡിപ്പാർട്ട്മെന്റിന്റെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ 10-12 തസ്തികകൾ പൊതുവിൽ കാണാറുണ്ട്. ഹോസ്പിറ്റലുകളിൽ അത് സാധാരണ സ്വകാര്യ സ്ഥാപനങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹോസ്പിറ്റലുകളിൽ ചുരുങ്ങിയ അതിലൊരു 3-4 ഹോസ്പിറ്റലുകളിൽ വേണ്ടതായിട്ടുള്ളതല്ല. ബാക്കി ഒരു 8-9 വരുന്ന തസ്തികകളും ഹോസ്പിറ്റലിൽ HR ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നതാണ്. ഫോക്കസ് ചെയ്താണ് പഠിക്കുന്നതെന്ന് തോന്നുന്നു. റൈറ്റ്? അല്ല, ഈ മാനേജറുടെ താഴെ അല്ലേ സബായിട്ട്? പിന്നെ സാറ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, അതിന് സബായിട്ട് അവരുടെ താഴെ എത്ര പേരൊക്കെ കാണും ഹോസ്പിറ്റൽസിൽ? അത് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഓക്കെ, ആ അഡ്മിനിസ്ട്രേഷൻ ടീമിന്റെ വിവിധ ഭാഗങ്ങളാണ് ഒരു മരത്തിൽ നിന്ന് വിവിധ ശാഖകൾ പിരിഞ്ഞു പോകുന്നത് പോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന തസ്തികയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന വിവിധ ശാഖകളാണ് നമ്മളിപ്പോ നേരത്തെ ഡിസ്കസ് ചെയ്ത 15ഓളം ജോബ് റോളുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ ജോബ് റോളുകൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതില് ഫാർമസിയുടെ മാനേജ്മെന്റ് ഉണ്ടാവും, അതിന്റെ ഫാർമസിയുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് ഉണ്ടാവും, കൺസൾട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് ഉണ്ടാവും, ഫ്രണ്ട് ഓഫീസിന്റെ വർക്ക് ഉണ്ടാവും, ബാക്ക് എൻഡ് വർക്ക് ഉണ്ടാവും, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും, ഇൻഷുറൻസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, പറയൂ അർജുൻ. അപ്പൊ ഈ ഇങ്ങനത്തെ ഈ സബായിട്ടുള്ളതൊക്കെ PG ഡിപ്ലോമക്കാർക്ക് കിട്ടുമോ ജോലി? അങ്ങനത്തെ സബ് ജോലികളൊക്കെ സബ്ജോലികളാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലഭിക്കുക. നേരെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കല്ലോ വരുന്നത്. അതൊരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ പ്രൊമോട്ട് ചെയ്തു വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഡിഗ്രി ഇതിന്റെ തന്നെ സബ് ജോലികൾ ഈ ഡിഗ്രിക്കാർ വന്നാൽ അവർക്ക് കൊടുക്കത്തില്ലേ? ഏതാ ഈ സബായിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ സബായിട്ടുള്ള ജോലി ഉണ്ടല്ലോ സാറേ, അപ്പൊ അതില് അപ്പൊ BBA ഹെൽത്ത് കെയർ മാനേജ്മെന്റ് MBA പറയാം. അതായത് അത് ഓരോ നമ്മുടെ കമന്റ് ബോക്സിൽ കുറച്ച് സംശയങ്ങൾ വന്നിട്ടുണ്ട്, അതുകൂടി ഞാൻ മറുപടി പറയാട്ടോ. ഈ ഓരോ ഹോസ്പിറ്റലുകളുടെയും ഭരണസമിതിയുടെ മാനേജ്മെന്റിന്റെ നയപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഡിഗ്രി ഉള്ളവർ വന്നിട്ടുണ്ടെങ്കിൽ ഡിഗ്രിക്കാർക്ക് നിശ്ചയമായിട്ടും ഒരു പ്രയോറിറ്റി അതിലുണ്ടാവുമല്ലോ. +2കാർക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി ഡിഗ്രിക്കാർക്ക് കൊടുക്കണമെന്നില്ല. ഓക്കെ, അത് ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ്. പക്ഷെ നമ്മളൊരു ഇന്റേൺഷിപ്പ് ഒക്കെ എടുത്തു. ഞാൻ നമ്മുടെ അനുഭവത്തിലുള്ള ഒരു കാര്യം പറയാം. നമ്മുടെ വിദ്യാർത്ഥികള് ചില ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവർക്കും കേട്ടോ ഓരോരുത്തരുടെയും പെർഫോമൻസ് ലെവൽ വ്യത്യസ്ത രീതിയിലായിരിക്കും. അപ്പോ അവരുടെ പെർഫോമൻസ് ലെവൽ അനുസരിച്ചിട്ട് ഇന്റേൺഷിപ്പിൽ ചെന്നിട്ടുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് പോസ്റ്റിംഗ് കിട്ടിയിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട്. അതെന്ന് വെച്ചാൽ അവരുടെ വർക്ക് സ്റ്റൈൽ, ഡെഡിക്കേഷൻ, പങ്ക്ച്വാലിറ്റി ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും ഇവ കൊള്ളാം, ഇവള് കൊള്ളാം, നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും, നമ്മുടെ ടീമിനൊപ്പം ചേർന്നാൽ അത് നന്നായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെങ്ങനെ എടുക്കുന്നത്.
അപ്പൊ അതില് ഞാൻ പറഞ്ഞത് ഡിഗ്രിയും പ്ലസ് ടു ഒക്കെ, ഡിഗ്രി ഒരു കോമൺ ആയിട്ട് മാനേജ്മെന്റിന് വെക്കാറുണ്ട്. അത് ഓരോ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെയും പോളിസി മാറ്ററിന്റെ ഭാഗത്തിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ പെർഫോമൻസ് ആണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഡിഗ്രിക്കാരുണ്ടെങ്കിൽ പൊതുവെ പ്രയോഗിച്ച് കിട്ടുന്നത് അവർക്കായിരിക്കും. എന്നാലും ചില ഹോസ്പിറ്റലിലെങ്കിലും ഡിഗ്രി ഇപ്പോ നമ്മളെ ഡിപ്ലോമയ്ക്ക് ചില ഹോസ്പിറ്റലുകളിലെങ്കിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമക്കാരെ എടുക്കത്തില്ലേ സാറേ? ഡിഗ്രി ഒരുപാട് പേര് എടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സുകൾ ഇവിടെ തുടർന്ന് ഇതുപോലെ ഈ സ്കീം വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അത് 2024 നവംബർ മാസം മുതലാണ് പ്ലസ് ടു ലാറ്ററൽ സ്ട്രീം പ്രകാരം PG-യിലോട്ട് മാറാം എന്നുള്ളത് വന്നത്. അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഫാദർ ജിബിൻ മൈക്കിളിന് ഒരു സംശയം ഉണ്ടായിരുന്നു. വാട്ട് അബൌട്ട് ദ എക്സാം? ഹൗ മെനി ക്വസ്റ്റ്യൻസ് വിൽ ബി ദർ? എക്സാം വിൽ ബി ഇൻ ഓൺലൈൻ ഓർ ഓക്കെ റൈറ്റ്. ഈ എക്സാം നടക്കുന്നത് 4 ദിവസങ്ങളിലായിട്ടായിരിക്കും. ഡിപ്ലോമയ്ക്ക് ഇതിൽ 2 തരത്തിലുള്ള വിദ്യാർത്ഥികളാണ് ഉള്ളത്. 2 തരത്തിലുള്ള വിദ്യാർത്ഥികളാണ് ഉള്ളത്. ആ 2 തരത്തിലുള്ള വിദ്യാർത്ഥികളില് പിന്നെ ഒരു കൂട്ടരി ഡിപ്ലോമയ്ക്ക് പഠിക്കുന്നവരും രണ്ടാമത്തെ കൂട്ടരി പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്നവരുമാണ്. ഡിപ്ലോമയുടെ ആദ്യത്തെ 4 മൊഡ്യൂളും പോസ്റ്റ് ഗ്രാജുവേഷന്റെ ആദ്യത്തെ 4 മൊഡ്യൂളും സെയിം ആണ്. PG വിദ്യാർത്ഥികൾക്ക് എക്സ്ട്രാ ആയി പഠിക്കാനുള്ളത് കൂടുതലായി 3 മൊഡ്യൂളുകളാണ്. 1, 2, 3, 4 മൊഡ്യൂളുകൾ ഡിഗ്രിക്കാർക്കും ഡിപ്ലോമക്കാർക്കും PG-ക്കാർക്കും കോമൺ ആണ്. 5, 6, 7 മൊഡ്യൂളുകൾ PG-ക്കാർക്ക് മാത്രമായി ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം പ്രത്യേകമായിട്ടാണ് അതിന്റെ ക്ലാസ്സുകൾ നടത്തുന്നത്. അത് ഈ ക്ലാസ് റൂമിലായിരിക്കുകയില്ല. ഓക്കെ. അപ്പോ ആകെ 7 എക്സാം ആണ് PG-ക്ക്, 4 എക്സാം ആണ് ഡിപ്ലോമയ്ക്ക്. അതിനകത്ത് 2 തരത്തിലാണ് നമ്മുടെ എക്സാമുകൾ നടക്കുന്നത്. ഒന്നാമത്തേത് 1, 2 മൊഡ്യൂളുകൾ കഴിയുന്ന സമയത്ത് 1, 2 മൊഡ്യൂളുകൾ കഴിയുന്ന സമയത്ത് 1, 2 മൊഡ്യൂളുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നോ തൊഴിലിടത്തിലിരുന്നോ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലം എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അത് 100 മാർക്കിന്റെ ഒരു മൊഡ്യൂൾ എക്സാം ആയിരിക്കും. ആ എക്സാം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നാമത്തേത്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ 1, 2 മൊഡ്യൂളുകളിലെ പാഠഭാഗങ്ങൾ കൂടുതൽ അവഗാഹം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും റിവിഷൻ ചെയ്യുന്നതിനും വേണ്ടിയും. രണ്ടാമത്തേത്, ഓൺലൈൻ പരീക്ഷ മോഡ്, ഓൺലൈൻ എക്സാം മോഡ്, ഓൺലൈൻ പരീക്ഷാ രീതികൾ എങ്ങനെയാണ് എന്ന് നിങ്ങളെ നന്നായി ഒരു പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അതൊന്നും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നടത്തുന്നത് സർട്ടിഫിക്കേഷൻ കൗൺസിൽ അല്ല, അത് നടത്തുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഓക്കെ. അതാണ് ആദ്യത്തെ ഒരു എക്സാം വരുന്നത്. രണ്ടാമത്തെ എക്സാം വരുന്നത് 3, 4 മൊഡ്യൂളുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും ഒരു മൊഡ്യൂൾ എക്സാം ഉണ്ടാവും. 3, 4 കൂടി ചേർത്തിട്ട് 1 മണിക്കൂർ എടുത്തുകൊണ്ടുള്ള ഒരു എക്സാം. അതിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 100 മാർക്കിലായിരിക്കും ഉണ്ടാകുക. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വീതമായിരിക്കും ഉണ്ടാകുക. അതും ഇതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് നടത്തുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മെയിൻ എക്സാമിന് കൂടുതൽ മാർക്ക് വാങ്ങുന്നത് ആഴത്തിൽ കാര്യങ്ങൾ ഒന്നുകൂടി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ പരീക്ഷാ രീതികൾ, ഓൺലൈൻ പരീക്ഷാ രീതികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് തോന്നും ഓൺലൈനായിട്ട് വീട്ടിലിരുന്നോ ബാക്കി എവിടെയെങ്കിലും സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്തിരുന്നോ നാം ഈ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമാണെന്ന് തോന്നാം. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒട്ടനവധിയായിട്ടുള്ള സാങ്കേതിക തടസ്സങ്ങളോ മറ്റു കാരണങ്ങളോ വന്നേക്കാം. ഇപ്പൊ ചില ആളുകളുടെ ഫോണിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ ഭാഗമായിട്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ വന്നേക്കാം. അവര് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അവരുടെ പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ ഈ ചൈനീസ് ആപ്പുകൾ വഴിയൊക്കെ ചെയ്തിട്ടുള്ളത് ഉണ്ടാവും. പിന്നെ കുക്കീസ് എനേബിൾ ചെയ്യാതെ ഡിസേബിൾ ചെയ്തിട്ട് അങ്ങനെ പലതരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ വരുന്നതിന്റെ ഭാഗമായി ഈ എക്സാം എഴുതുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ കണ്ടേക്കാം. അതുകൊണ്ടാണ് ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ ഒരു സെക്കൻഡ്. അതിനു മുമ്പ് മെയിൻ എക്സാമിന് മുമ്പായിട്ട് നമ്മൾ ഈ 2 എക്സാം നടത്തുന്നത് അതുകൊണ്ടാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു സ്റ്റഡി ലീവ് ഉണ്ടായിരിക്കുന്നതാണ്. വളരെ കുറഞ്ഞ ഒരു ദിവസത്തെ ഒരു സ്റ്റഡി ലീവ് നിങ്ങൾക്ക് തരുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് മെയിൻ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. മെയിൻ എക്സാമും ഓൺലൈൻ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് തൊഴിൽ ചെയ്യുന്നോടത്തോ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഇരുന്ന് ചെയ്യാനായി സാധിക്കും. പക്ഷെ മെയിൻ എക്സാമിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്.
അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും, ഇൻവിജിലേറ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് ഉള്ളത് എങ്കിലും RSDCAയുടെയും SDC കാനഡയുടെയും 2 ഷാഡോ ഇൻവിജിലേറ്റർമാർ കൂടി ആ എക്സാമിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ആ മെയിൽ ഐഡികൾ ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. RSDCയുടെയും SDC കാനഡയുടെയും 2 ഇൻവിജിലേറ്റർമാർ അതിലുണ്ടായിരിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ മെയിൻ എക്സാമിന്റെ അത് ലൈവ് വീഡിയോ അത് റെക്കോർഡഡ് ആയിരിക്കും. എല്ലാവരും നിർബന്ധമായും വീഡിയോ ഓൺ ചെയ്ത് മാത്രമേ എക്സാം എഴുതാനായിട്ട് അനുവദിക്കുകയുള്ളൂ. നിങ്ങളുടെ മാനറിസത്തിൽ, നിങ്ങളുടെ നോട്ടത്തിൽ, നിങ്ങളുടെ ഒരു ശരീരഭാഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഒരു കാര്യം നടന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ നിശ്ചയമായും നിങ്ങളെ ആ എക്സാമിൽ നിന്ന് ഡീബാർ ചെയ്യുന്നതായിരിക്കും. അവര് ആ റെക്കോർഡ് വീഡിയോ പരിശോധിച്ച ശേഷം മാത്രമാണ് ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. അപ്പോ അത് എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ വീട്ടിലിരുന്നൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തോന്നും ഗൈഡ് ഉണ്ടല്ലോ, ഗൈഡിൽ 100% ചോദ്യങ്ങൾ വരുന്നത് ആ ഗൈഡിൽ നിന്നാണ്. അപ്പൊ സമയമില്ലാത്തവര് പിന്നെ ലൈവ് ക്ലാസ്സോ പിന്നെ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സോ കാണാതെ ഗൈഡ് മാത്രം പഠിച്ചിട്ട് പരീക്ഷ എഴുതുന്ന ആളുകളുണ്ട്. കാരണം 100% ചോദ്യങ്ങൾ വരുന്നത് ആ ഗൈഡിൽ നിന്ന് മാത്രമാണ്. അപ്പോ അതുകൊണ്ട് അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ 100 മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോ ഈ ഗൈഡൊക്കെ ഇതിന്റെ പുറകിൽ വെച്ചിട്ടൊക്കെ എഴുതാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ ഐ കോണ്ടാക്റ്റിനകത്ത് അത് ചില ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. അത് ക്യാമറയിൽ കാണും. അപ്പോ നിങ്ങളുടെ എക്സാം ഡീബാർ ചെയ്യുന്ന രീതിയിലുള്ള ആ കാര്യങ്ങൾ മാറാത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കണം നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കേണ്ടത്. എക്സാം ഞാൻ പറഞ്ഞല്ലോ, 4 എക്സാമാണ് ഉണ്ടാവുക ഡിപ്ലോമയ്ക്ക് എന്ന് പറഞ്ഞല്ലോ. അത് 50 മിനിറ്റ് ഉള്ള എക്സാം ആയിരിക്കും. 50 മിനിറ്റ് ആയിരിക്കും ഒരു എക്സാം ഉണ്ടായിരിക്കുക. ഒരു ദിവസം ഒരു എക്സാം എന്നുള്ള രീതിയിൽ 4 ദിവസക്കാലമായിട്ടായിരിക്കും എക്സാം നടക്കുന്നത്. ആ എക്സാം നടക്കുന്നത് 60 മാർക്കിലായിരിക്കും. 60 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. മെയിൻ എക്സാം ഉണ്ടായിരിക്കുന്നത് 60 ചോദ്യങ്ങളാണ്. ഓക്കെ, 60 ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വീതമായിരിക്കും. അങ്ങനെ 60 മാർക്ക്. 40 മാർക്ക് ഇന്റേണൽ മാർക്കായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഡിപ്ലോമയുടെ ആകെ മാർക്ക് എന്ന് പറയുന്നത് 400-ലായിരിക്കും. ഓക്കെ, അതിനകത്ത് ഈ ഇന്റേണൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ നിങ്ങൾ അക്കാദമിക്കലി നിങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതി നേടുന്ന ഒരു മാർക്ക് ഉണ്ടല്ലോ. 60-ൽ 30 മാർക്കാണ് നിങ്ങൾ നേടുന്നത് എന്ന് വിചാരിക്കുക. 60-ൽ 30 മാർക്ക് എന്ന് പറയുന്നത് 60-ന്റെ 50% മാർക്കാണ്. നമ്മുടെ ഒരു പരീക്ഷയുടെ ആകെ മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കാണ്. 60 മാർക്ക് നമ്മൾ എഴുതിയെടുക്കുന്നതും 40 മാർക്ക് ഇന്റേണൽ മാർക്ക്, അങ്ങനെ 100 മാർക്കാണ്. അപ്പൊ 60-നകത്ത് നിങ്ങൾ 30 മാർക്കാണ് നേടുന്നതെങ്കിൽ 40-ന്റെ 50%, അതായത് 20 മാർക്ക് നിങ്ങൾക്ക് ഇന്റേണൽ മാർക്കായി ലഭിക്കുന്നതാണ്. ആകെ നിങ്ങൾക്ക് അപ്പോ 50 മാർക്ക് ആയിരിക്കും ലഭിക്കുക. ഓക്കെ, ഫാദർ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ ഒരു ഡൗട്ട്. യെസ് അർജുൻ. ഈ ഇന്റേണൽ മാർക്ക് തന്നെ പറയുമ്പോ, ഇന്റേണൽ മാർക്ക് എന്ന് പറയുമ്പോ ഈ ഫസ്റ്റ് ഈ മോഡൽ എക്സാമിന്റെ മാർക്കാണോ ഇന്റേണൽ എക്സാം ആയിട്ട് വരുന്നത്? അല്ല. ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ മൊഡ്യൂൾ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നിങ്ങളുടെ ക്ലാസ്സിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലോ ഒന്നും തന്നെയല്ല. നിങ്ങൾ മെയിൻ എക്സാമിന് എഴുതിയെടുക്കുന്ന അക്കാദമിക് മാർക്കിന്റെ പെർസെന്റേജിന് ആനുപാതികമായിട്ടുള്ള മാർക്കായിരിക്കും ഇന്റേണൽ എക്സാമിന് വരിക. കാരണം നമ്മുടെ ക്ലാസ്സിനകത്തെ ഒരുപാട് വിദ്യാർത്ഥികൾ, പിന്നെ തൊഴിൽ ചെയ്യുന്നവർ, പഠിക്കുന്നവർ, വീട്ടമ്മമാർ, ഒട്ടും സമയമില്ലാത്ത ആളുകളല്ല. അപ്പോ അവരെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യുക എന്ന് പറഞ്ഞത് അതൊരു ദുഷ്കരമായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോ അത്തരം കാര്യങ്ങളൊന്നും അതിന്റെ മാനദണ്ഡം. എന്നാൽ സ്കിൽ കോഴ്സുകൾക്ക് നിശ്ചയമായും ഒരു ഇന്റേണൽ മാർക്കിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ടാകണം എന്ന് നിഷ്കർഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇന്റേണൽ മാർക്ക് അതിന്റെ ഭാഗമായിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ 60 മാർക്കിൽ നിങ്ങൾക്ക് എത്ര പെർസെന്റേജ് മാർക്കാണോ കിട്ടുന്നത് അതിന് ആനുപാതികമായിട്ടുള്ള പെർസെന്റേജിൽ 40 മാർക്കിൽ അതിന്റെ ആനുപാതികമായിട്ടുള്ള പെർസെന്റേജ് മാർക്കായിരിക്കും നിങ്ങൾക്ക് ഓരോ എക്സാമിന്റെയും ഇന്റേണൽ മാർക്കായി ലഭിക്കുക. അല്ല, ഇപ്പൊ സാറ് എന്തോ മാനദണ്ഡം ഇന്റേണൽ മാർക്ക് എങ്ങനെ ഇടാൻ പോകുന്നത്? അർജുൻ 60 മാർക്കിൽ 30 മാർക്ക് മേടിച്ചാൽ ഒരു എക്സാം അർജുൻ എഴുതി 60 മാർക്കിന്റെ ആണ് ഒരു എക്സാം, അതിൽ 30 മാർക്ക് അർജുൻ മേടിച്ചെങ്കിൽ
40 മാർക്കിന്റെ പകുതി 20% അർജുന്, 20 മാർക്ക് അർജുന് ഇന്ത്യൻ മാർക്കായിട്ട് കിട്ടും. നിങ്ങൾ എഴുതുന്ന എക്സാമിന്റെ മാർക്കാണ് ഇന്ത്യൻ മാർക്കിന്റെ മാനദണ്ഡം. മനസ്സിലായി. ഓക്കെ സാർ അടുത്തൊരു ഡൗട്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. വേറൊരു ഡൗട്ട് ഉണ്ട് സാറ്. ഓക്കെ അർജുൻ ചോദിച്ചോളൂ. ഇവര് ഷാഡോ ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് വരുന്ന നേരിട്ട് വരത്തില്ലേ? അല്ല, നിങ്ങള് മെയിൻ എക്സാമിന് നേരിട്ടായിരിക്കില്ല, അവര് വീഡിയോ ഓൺ ചെയ്യില്ലാന്നേ ഉള്ളൂ. ഷാഡോ ഇൻവിജിലേറ്റർ എന്ന് ഞാൻ പറഞ്ഞത് അവരവരുടെ വീഡിയോ ഓൺ ചെയ്യുകയില്ല എന്നേ ഉള്ളൂ. ക്ലിയർ? അപ്പൊ നിങ്ങളുടെ അടുത്ത് തന്നെ അവരും കാണൂ? അവരവരുടെ ഓഫീസിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഓഫീസിലുള്ളത് ഡൽഹിയാണ്, ന്യൂഡൽഹിയിലാണ്. മനസ്സിലായി. പക്ഷെ നിങ്ങള് മെയിൻ ആയിട്ട് അപ്പൊ നിങ്ങളും കാണും അല്ലേ? മെയിൻ എക്സാമിന് നിങ്ങളുടെ ആളുകളും കാണും. നമ്മൾ വിജയത്തിർക്കായിരിക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ബാക്കി എന്തെങ്കിലും കാര്യത്തിന് സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നത്. ചില ആൾക്കാർക്ക് ചിലപ്പോ അതുവരെ 2 മൊഡ്യൂൾ എക്സാം എഴുതുമ്പോൾ അനുഭവിക്കാത്ത പുതിയൊരു പ്രശ്നം ഒരുപക്ഷെ മെയിൻ എക്സാം സമയത്ത് വന്നിട്ടുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങൾ നമ്മുടെ വിജയത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടോ കാര്യങ്ങൾ ചെയ്യും. ആ സമയത്ത് നമ്മുടെ ടെക്നിക്കൽ ടീം ഫുള്ള് സജ്ജനായിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പൊ നിങ്ങൾക്ക് സുഗമമായി എക്സാം എഴുതി നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിജയത്തിൽ അതിന്റെ ഭാഗമായിട്ട് വെക്കുന്നത്. കേട്ടോ? നിവേദികേഷ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സാർ, ജനുവരി ആകുമ്പോ ഡിപ്ലോമ കോഴ്സ് കഴിയും 6 മന്ത്. അത് കഴിഞ്ഞ് ഉടനെ എക്സാം ഉണ്ടാവുന്നു. അത് കഴിഞ്ഞ് ഉടനെ എക്സാം ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PG കാർക്ക് ആദ്യത്തെ 4 എക്സാം ഡിപ്ലോമക്കാരുടെ ഒപ്പമായിരിക്കും. അവർ ആ സമയത്ത് ഡിപ്ലോമയ്ക്ക് ആവശ്യമായിട്ടുള്ള ആ 4 മൊഡ്യൂൾ മാത്രം പഠിച്ചാൽ മതിയാകും. അതിനുശേഷം 4 മാസം കൂടി, അതായത് മൊത്തം 10 മാസം കഴിയുമ്പോഴായിരിക്കും PG കാരുടെ ബാക്കിയുള്ള 3 എക്സാം നടക്കുക. ക്ലിയർ? ക്ലിയർ ആയി? ഒരു സെക്കൻഡ് അർജുൻ. ഓക്കെ, റൈറ്റ്. അർജുൻ ചോദിച്ചോളൂ. അപ്പൊ ഈ PG-ക്കാർക്ക് ഈ ഡിപ്ലോമയുടെ എക്സാം PG-ക്കാർ ആദ്യം ഡിപ്ലോമക്കാരുടെ കൂടെ എഴുതുമല്ലോ? അതെ. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ PG-ക്കാർക്ക് പിന്നെ എഴുതുന്ന 3 മോഡ്യൂൾ 4 മോഡ്യൂൾ കഴിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ 3 മോഡ്യൂൾ എഴുതിയാ പോരെ PG-ക്കാർക്ക്? മതി. പിന്നെ 3 മൊഡ്യൂൾ മാത്രം എഴുതിയാൽ മതിയാ. മറ്റേ മോഡ്യൂൾ പഠിക്കണ്ടല്ലോ? പഠിക്കണ്ട, അത് കഴിഞ്ഞല്ലോ. അതിന്റെ മെയിൻ എക്സാം കഴിഞ്ഞു. ഓക്കെ. അടുത്തത് ഷംസീനയുടെ ഒരു ചോദ്യമുണ്ട്. ഷംസീന, ഇന്റേൺഷിപ്പ് ഉണ്ടാകുമോ? നല്ല ചോദ്യമാണ്. ഓക്കെ, ഞാൻ പറയാം. നമ്മുടെ കോഴ്സിന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനോ പരീക്ഷ എഴുതുന്നതിനോ ഇന്റേൺഷിപ്പ് നിർബന്ധമില്ല. ശ്രദ്ധിച്ച് കേൾക്കേണ്ട പോയിന്റാണ്. നമ്മുടെ കോഴ്സിനകത്ത് പഠിച്ച് പരീക്ഷ എഴുതുന്നതിന് ഇന്റേൺഷിപ്പ് ചെയ്യുക എന്നുള്ള മാനദണ്ഡം നിർബന്ധമായില്ല. സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് ഇന്റേൺഷിപ്പ് ചെയ്യണം എന്നുള്ള മാനദണ്ഡം നിർബന്ധമായില്ല. എന്നാൽ ഇന്റേൺഷിപ്പ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ്. അത് നിങ്ങൾ എല്ലായ്പ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കുക. എന്തുകൊണ്ടാണ് ഇന്റേൺഷിപ്പ് ചെയ്യണം എന്ന് പറയുന്നത്? നിങ്ങൾ ഈ കാര്യങ്ങൾ മുഴുവനും പഠിച്ചിട്ടുള്ളത് തിയറി ആയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. സിദ്ധാന്തപരമായി നിങ്ങൾ ഈ കാര്യങ്ങൾ മുഴുവനും പഠിച്ചിട്ടുണ്ട്. പ്രായോഗികമായി ഈ തിയറിയെ, ഈ സിദ്ധാന്തത്തെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, പ്രാക്ടിക്കലി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, അത് പ്രവർത്തനക്ഷമമാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനുള്ള പ്രായോഗിക പരിശീലനം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അത് കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് അതിനൊരു പൂർണ്ണത വരുന്നത്. നിങ്ങളിപ്പോ ഒരുപാട് പേര് സ്ത്രീകളാണല്ലോ. നമ്മുടെ ഈ വനിതാ മാസികയില്, മഹിളാരത്ന മാസികയിലൊക്കെ നേരത്തെ കുറെ റെസിപ്പീസ് എന്താ, ഇങ്ങനെ ഓരോ കറികൾ വെക്കുന്നതിന്റെ, പാചകത്തിന്റെ റെസിപ്പി, കുക്കിംഗ് റെസിപ്പീസ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ മലബാർ ചിക്കൻ കറി അത് വെക്കുന്നതിന് ഈ വനിതക്കകത്ത് ഒരു എഴുത്തുണ്ടാവും. എന്താ, 1.5 കപ്പ് ചിക്കൻ, 1/2 കിലോ സവാള, 200 ഇഞ്ചി, പിന്നെ ഗാർലിക്, ഗ്രീൻ ചില്ലി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും. ഗ്രീൻ ചില്ലി വട്ടത്തിൽ അരിയണം, സവാള സ്ലൈസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടാവും. നമ്മളിതൊക്കെ വായിച്ചു പഠിച്ചു. 1ാമത്തെ ചേരുവകൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് മൂക്കുമ്പോൾ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. നമ്മൾ നേരെ അടുക്കള ചെന്നു, വനിത അടച്ചു വെച്ചു, ചീനച്ചട്ടി എടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ ആദ്യം തന്നെ ഈ ഇഞ്ചി
പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ടു, അതൊന്ന് സോട്ട് ചെയ്തു, വഴറ്റി. ശേഷം ഒണിയൻ ഇട്ടു. ഒണിയൻ ഇട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ആദ്യത്തെ സംശയം, ഇത് ഫുൾ ഫയറിലാണോ ഇടേണ്ടത്, സിമ്മിലാണോ ഇടേണ്ടത്? ഒണിയൻ എത്രത്തോളം ബ്രൗണിഷ് ആകുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ വെക്കേണ്ടത്? നമ്മൾ തിയറി വായിച്ച് പഠിച്ചതേ വനിതയില്, പക്ഷെ പ്രാക്ടിക്കലി അത് ചെയ്തു കൊണ്ടപ്പോ നമുക്ക് അതിലൊരു സംശയം വന്നു. എന്ത് ചെയ്യും? അപ്പൊ ആദ്യത്തെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഒരു കുഴപ്പം പറ്റും. എന്താ? ചിലപ്പോൾ എരിവ് കൂടാം, ഉപ്പ് കുറയാം, രുചി കുറയാം, അങ്ങനെ പല കാരണങ്ങളുണ്ടാകും. പക്ഷെ അടുത്ത തവണ നിങ്ങൾ ചിക്കൻ കറി വെക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഇന്ന പോലെയാണ് ചെയ്യേണ്ടത്. സവാള ഇത്ര പാകത്തിൽ എത്തുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പ് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ ഒരു പ്രായോഗിക പരിശീലനം ഈ വക കാര്യങ്ങളിൽ എല്ലാത്തിലും അത്യന്താപേക്ഷിതമാണ്. അത് നിങ്ങളുടെ സ്കില്ലിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു എക്സ്പീരിയൻസ് പ്രോസസ്സിൽ കൂടി നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു മികച്ച പെർഫോമൻസ്, മികച്ച ഒരു ഔട്ട്പുട്ട് നിങ്ങളുടെ എംപ്ലോയർക്ക്, നിങ്ങളുടെ ഉദ്യോഗദാതാവിനും നിങ്ങൾക്ക് കൊടുക്കാനായി സാധിക്കുക. അപ്പോ അതിന്റെ ഭാഗമായി ഇന്റേൺഷിപ്പ് എടുക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്റേൺഷിപ്പ് എടുക്കുന്നത് കോഴ്സിന്റെ ഭാഗമായുള്ള നിർബന്ധമേ അല്ല. ഇനി ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 3 കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ഒന്ന്, ഇന്റേൺഷിപ്പ് എടുക്കുന്നത് നേരത്തെ നമ്മുടെ ഏത് സിനിമയാണെന്ന് അറിയോ? ജഗതി, മുകേഷ്, ജയറാം, ശ്രീനിവാസൻ ഒക്കെ ഉള്ള സിനിമ ഉണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഫ്രണ്ട്സ് സിനിമയിൽ ജഗതി അപ്രന്റീസ് ട്രെയിനി ആയിട്ട് മുകേഷിനെയും ജയറാമിനെയും ശ്രീനിവാസനെയും പോണ്ടിച്ചേരിക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്രന്റീസ് ട്രെയിനിയെ കിട്ടിയാൽ ജഗതിക്കുള്ള ഗുണം എന്താ? ജഗതിക്കുള്ള ഗുണം ബാക്കിയുള്ള മെയിൻ പണിക്കാർക്ക്, മെയിൻ ലേബേഴ്സിന് കൊടുക്കേണ്ട പൈസ അവർക്ക് കൊടുക്കണ്ട, ചെറിയ പൈസ കൊടുത്താൽ മതിയാണ്. ഓക്കെ, ചില സ്ഥലത്ത് ആദ്യമൊന്നും പൈസ കൊടുക്കുകയില്ല, കൂടെ നിന്ന് പണി പഠിച്ചോളാൻ പറയുക. നമ്മുടെ ഈ ഇന്റേൺഷിപ്പിനകത്തും അത്തരത്തിലുള്ള 2-3 ഘടകങ്ങളുണ്ട്. നേരത്തെ ഹോസ്പിറ്റലുകളിൽ ഇന്റേൺഷിപ്പ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്തോളൂ എന്ന് അവർ പറയും. കാരണം അവരതിൽ കണ്ടെത്തിയിരുന്ന ഒരു ലാഭം എന്ന് പറയുന്നത് 1 മാസമോ 2 മാസമോ ഒരു ഉദ്യോഗാർത്ഥി, ഒരു സ്റ്റുഡന്റ് ഇന്റേൺഷിപ്പിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ അവരുടെ മനുഷ്യപ്രയത്നം, അവരുടെ സേവനം അവർക്ക് ഒരു 1-2 മാസത്തേക്ക് 5 പൈസ പോലും മുടക്കാതെ അവരുടെ അധ്വാനം അവർക്ക് ലഭിക്കുകയാണ്. ഓക്കെ, അപ്പോ ചില ഹോസ്പിറ്റലുകാർ അങ്ങനെ ഇന്റേൺഷിപ്പ് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾ ചെയ്തോ, ഇന്റേൺഷിപ്പ് ചെയ്തോ, പക്ഷെ ഞങ്ങൾ പൈസ ഒന്നും തരൂല എന്ന് പറയുന്ന കുറച്ച് ഹോസ്പിറ്റലുകാരുണ്ട്. അതിപ്പോഴും ഉണ്ട്. വളരെ കുറച്ച് വിഭാഗം ആളുകൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വന്നോളൂ, ഇന്റേൺഷിപ്പ് ചെയ്തോളൂ, പ്രത്യേകിച്ച് പേയ്മെന്റ് ഒന്നും ഉണ്ടാകില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില ഹോസ്പിറ്റലുകളിൽ ഇന്റേൺഷിപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നാമമാത്രമായ ഒരു തുക, നമ്മുടെ ഒരു ബസ് ചാർജും ഭക്ഷണത്തിന്റെ പൈസ കണക്കൂട്ടിയിട്ട് അത്യുന്നതമായിട്ടുള്ള മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അപൂർവം കുറച്ച് മാനേജ്മെന്റുകൾ അങ്ങനെ കൊടുക്കാറുണ്ട് ഇന്റേൺഷിപ്പിൽ വരുന്ന ആൾക്കാർക്ക് ചെറിയ എന്തെങ്കിലും ഒരു തുക. മറ്റൊരു കൂട്ടർ ഇപ്പൊ പുതിയതായിട്ട് ഉദയം ചെയ്തിട്ടുണ്ട്. ഇപ്പോ അവരുടെ എണ്ണമാണ് കൂടുതൽ. എന്താണെന്ന് വെച്ചാല് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഓരോ വർഷവും ഇങ്ങനെ പുതിയതായി കടന്നു വരികയാണ്. ഈ കോഴ്സിന്റെ അനന്തമായ സാധ്യതകൾ കണ്ടുകൊണ്ടാണ് അവർ കടന്നു വരുന്നത്. അപ്പോ അതിനകത്ത് ഹോസ്പിറ്റലുകാര് അതിന്റെ അവരുടെ മാനേജ്മെന്റ് ഒരു ബിസിനസ് സാധ്യത കണ്ടെത്തി. ആ ബിസിനസ് സാധ്യതയുടെ ഭാഗമായി ഇപ്പോ ഒരുപാട് പേര് പെയ്ഡ് ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. ചില ഹോസ്പിറ്റലുകാർ ഇന്റേൺഷിപ്പ് തരാം, നിങ്ങൾ 500 രൂപ അടക്കണം. ചില ഹോസ്പിറ്റലുകാർ പറയും 1000 രൂപ അടക്കണം. നിലവിൽ 2000-ഉം 2500-ഉം ഒക്കെ ഇന്റേൺഷിപ്പിന് വേണ്ടി ഹോസ്പിറ്റലുകാർ അങ്ങോട്ടേക്ക് വാങ്ങുന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ നമ്മുടെ പ്ലേസ്മെന്റ് സെല്ലിൽ ഇരുന്ന് വിളിക്കാറുണ്ട്. എല്ലാ ഹോസ്പിറ്റലുകളിലോട്ടും എല്ലാ ജില്ലകളിലോട്ടും വരും. ഇന്റേൺഷിപ്പിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് ഇട്ടുള്ളൂ. അപ്പോ അവരെല്ലാവരും ഒരുപാട് പേര് ഇങ്ങനെ പൈസ ആവശ്യപ്പെടാറുണ്ട്. 500 രൂപ അവരുടെ വെബ്സൈറ്റിൽ ഉണ്ടാകും. 500 രൂപയോ 1000 രൂപയോ ഒക്കെ വേണമെന്ന് പറയുന്നവരുണ്ടാവും. പൈസ വേണ്ട എന്ന് പറയുന്നവരുമുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെ കുറെ ഇന്റേൺഷിപ്പിന്റെ വേക്കൻസീസ് വരുന്നത് നമ്മുടെ പ്ലേസ്മെന്റ് സെല്ലുകാര് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അതാത് സമയത്ത് ഇട്ടു തരുന്നതാണ്. ക്ലിയർ? വേറൊരു ഡൗട്ട് ചോദിക്കൂ.
ഇന്റേൺഷിപ്പ് അല്ലാതെ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് ഇട്ട് തരുമോ? ഞാൻ പറയാം. പ്ലേസ്മെന്റിന്റെ കാര്യം അവസാനം കൺക്ലൂഡ് ചെയ്ത് പറയാം കേട്ടോ. ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് അടുത്തത് സൗഭാഗ്യ അഭിനയം ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഫാദർ വീണ്ടും ഒരു ചോദ്യം, ഇനി മോഡൽ എക്സാംസ് വിൽ ബി ദർ ബിഫോർ ഫൈനൽ എക്സാം. അതാണ് ഞാൻ പറഞ്ഞത്, 2 മൊഡ്യൂൾ എക്സാം അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞത്. മെയിൻ എക്സാമിന് വരുന്ന മുഴുവൻ ചോദ്യങ്ങളും നമ്മുടെ ഒരു ഗൈഡുണ്ട്. ആ ഗൈഡിൽ നിന്ന് മാത്രമായിരിക്കും വരുന്നത്. മൊഡ്യൂൾ എക്സാമിന് ആ ഗൈഡിൽ നിന്നായിരിക്കില്ല വരുന്നത്. നിങ്ങൾക്ക് പഠനത്തിൽ 2 മാതൃകകൾ പിന്തുടരാവുന്നതാണ്. 2 മാതൃകകൾ. ഒന്നാമത്തെ മാതൃക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അതല്ല എങ്കിൽ റെക്കോർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കാം, ഗൈഡ് വായിച്ച് പഠിക്കാം. അങ്ങനെയുള്ള ഒരു മാതൃകയിലൂടെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഈച്ച് ആൻഡ് എവറി സബ്ജക്റ്റിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ആഴത്തിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാം. രണ്ടാമത്തെ മാതൃക എന്ന് പറയുന്നത് ഒട്ടും സമയമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒരു പക്ഷേ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയാൽ അവരുടെ ഏതെങ്കിലും ബന്ധുക്കളോ അവരുടെ ഏതെങ്കിലും സാധ്യതകളോ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഒരു ജോലി മേടിച്ചെടുക്കാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉള്ളവർ, അങ്ങനെ ഒക്കെയുള്ള കൂട്ടരുണ്ട്. അപ്പൊ അവർക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കണം, പക്ഷെ പഠിക്കാനുള്ള സമയം മുന്നിലില്ല. അത്തരക്കാർക്ക് മെയിൻ എക്സാമിന് വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ടൂളാണ് ഗൈഡ് എന്ന് പറയുന്നത്. കാരണം മെയിൻ എക്സാമിന് വരുന്ന മുഴുവൻ ചോദ്യങ്ങളും ആ ഗൈഡിൽ നിന്ന് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ആ ഗൈഡ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് 100% മാർക്ക് വാങ്ങാനായി പറ്റും. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് വിജയിക്കാൻ സാധിക്കും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, പ്ലസ് എക്സാം നല്ല മാർക്ക് വാങ്ങി വിജയശ്രീയിൽ ആളിതരായി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനേ സാധിക്കും. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ, റെക്കോർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ, ഈ വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് ആഴത്തിൽ പഠിക്കാതെയാണ് നിങ്ങളൊരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ചെല്ലുന്നത് എങ്കിൽ നിങ്ങൾക്ക് കുറുക്കി നിങ്ങൾക്ക് സ്പൂൺ ഫീഡിങ് പോലെ നിങ്ങൾ വായിലോട്ട് വെച്ചതാണ് ഈ ഗൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് തന്നു, നിങ്ങൾ അത് കുറിച്ചു മിടുക്കരായി. പക്ഷേ നിങ്ങള് ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ചെന്നിട്ട് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം എന്നുണ്ടെങ്കിൽ ആ ഗൈഡ് മാത്രം പഠിച്ചുകൊണ്ടുള്ള അറിവ് കൊണ്ട് മാത്രം പറ്റുമോ? നിശ്ചയമായും പറ്റില്ല. അപ്പോ അതിന് കൂടുതൽ ആഴത്തിൽ പഠിക്കണം. അപ്പോ വിദ്യാർത്ഥികൾ പൊതുവെ അതിൽ പിന്തുടരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഗൈഡ് വെച്ച് കുറെ പേര് പഠിക്കും, അതിനുശേഷം അവരുടെ സമയം കിട്ടുന്നതിന് പുറത്ത് ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കുന്ന രീതിയാണ് പൊതുവെ നമ്മൾ കണ്ടുപോകാറുള്ളത്. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഷംസീനയുടെ ക്വസ്റ്റ്യൻ ആണ്. PG ചെയ്യുന്നവർക്ക് ഡിപ്ലോമയുടെയും സർട്ടിഫിക്കറ്റ് കിട്ടുമോ? നല്ല ചോദ്യമാണ്. PG ചെയ്യുന്നവർക്ക് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുകയില്ല. PG ചെയ്യുന്നവർക്ക് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുകയില്ല. PG ചെയ്യുന്നവർക്ക് കിട്ടുന്നത് PGയുടെ സർട്ടിഫിക്കറ്റ് ആണ്. എന്നാൽ ചില വിദ്യാർത്ഥികൾ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും വേണം എന്ന് പറയാറുണ്ട്. അങ്ങനെ വേണമെന്നുള്ളവർക്ക് 2000 രൂപ അധികമായി അടച്ചാൽ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. 2000 രൂപ അധികമായി അടച്ചാൽ മാത്രമായിരിക്കും ഡിപ്ലോമയുടെ എന്നുള്ള രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക. PG ചെയ്യുന്ന വിദ്യാർത്ഥികൾ PG കോഴ്സാണ് ചെയ്യുന്നത്. ഓക്കെ, PG കോഴ്സാണ് ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് PGയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും, ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കുകയില്ല. PGയുടെ സർട്ടിഫിക്കറ്റ് ആയി കിട്ടുക. നിങ്ങൾക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊണ്ട് ആവശ്യവുമില്ല. എന്നാൽ ചില ആൾക്കാർക്ക് ഒരുപക്ഷെ ഡിപ്ലോമ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു ജോബ് ഓഫർ വരുന്നത്. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിന് വേറെ പൈസ ഒന്നും ഇല്ല കേട്ടോ. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് കംപ്ലീറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ അതല്ല, സർട്ടിഫിക്കറ്റ് തന്നെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായി പേയ്മെന്റ് ചെയ്യണം. അത് 2000 രൂപയാണ്. ഓക്കെ, പ്രീത നായർ സാർ, പ്ലേസ്മെന്റ് ഒക്കെ നമ്മുടെ ലൊക്കേഷനുള്ള ഹോസ്പിറ്റൽ വേക്കൻസി ഉണ്ടെങ്കിൽ പറയുന്നു, അതോ എറണാകുളം മാത്രമേ ഓക്കെ ആകൂ? ഓക്കെ, ഞാൻ പ്ലേസ്മെന്റിന്റെ കാര്യത്തിലേക്ക് വരാം. പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. ഒന്ന് അർജുൻ ചോദിച്ചു, 2 പ്രീത നായർ. വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ. ശരി,
നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിയിട്ട് ഉണ്ടാകുക നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമല്ലല്ലോ, വേറെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നിങ്ങൾ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടാകും. ഒരുപാട് വിവരങ്ങൾ വിവിധങ്ങളായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് നിങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാകും. നമ്മുടെ TV തുറന്നിട്ടുണ്ടെങ്കിൽ 24 തുറന്നാലും റിപ്പോർട്ടർ തുറന്നാലും മനോരമ തുറന്നാലും ഒക്കെ ഏറ്റവും കൂടുതൽ പരസ്യം വരുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. കേരളത്തിനകത്തുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് ആരാണ് മൈക്ക് അൺമ്യൂട്ട് ആയി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഫാദർ തന്നെയാണ്. ഓക്കെ. അപ്പോ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ പരസ്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് നിങ്ങൾ ആ സമയത്തായിരിക്കും ഞങ്ങളുടെ പോസ്റ്റർ, സ്മാർട്ട് സിറ്റിയുടെ പോസ്റ്റർ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടാകുക. ആ എത്തിയ സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് തോന്നിയ തോന്നൽ എന്താണെന്ന് ആരെങ്കിലും ഒരാൾ പറയാമോ? 7,000 രൂപക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിപ്പിക്കുന്നു 6 മാസത്തെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇത് ഫേക്ക് ആയിരിക്കും, ഫ്രോഡായിട്ടുള്ള ആയസ്, ഇത് ഫ്രോഡാണോ എന്നുള്ള ഒരു സംശയമായിരിക്കും നിശ്ചയമായിട്ടും ഉണ്ടാവുക. കാരണം എന്റെ നമ്പറിലേക്ക് ഒരു ദിവസം 8 or 9 കോളുകൾ വരാറുണ്ട്, നിങ്ങൾ തട്ടിപ്പുകാരാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട്. നേരിട്ട് ചോദിക്കൂല, കുത്തി ചോദിക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. അപ്പൊ നമ്മൾ തട്ടിപ്പുകാരല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മുമ്പിലുള്ള തെളിവുകൾ നമ്മുടെ മുന്നിൽ ഹാജരാക്കും. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആധികാരികവും വസ്തുനിഷ്ഠവുമായിട്ടുള്ള മറുപടികൾ പറയും. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പോസ്റ്റർ കണ്ടു. പോസ്റ്റർ കണ്ടതിന് ശേഷം നമ്മളൊരു PROനെ വിളിച്ചു. PROനെ വിളിച്ചപ്പോൾ നമ്മുടെ PRO നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആ വാക്ക് ഇപ്രകാരമാണ്: 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ശ്രദ്ധിച്ചു കേൾക്കണോട്ടോ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നാണ് നമ്മുടെ മുഴുവൻ PROമാരും പറയുന്നത്. എന്നാൽ നിങ്ങൾ TV-യിൽ, റിപ്പോർട്ടർ ചാനലിൽ, 24 ഒക്കെ പ്രധാനപ്പെട്ട ബ്രാൻഡഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുടെ പരസ്യത്തിൽ പഠനം കഴിഞ്ഞിറങ്ങിയാൽ ഉടൻ ജോലി, 100% പ്ലേസ്മെന്റ് എന്നുള്ള ഒരു വാചകം കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ അത് തങ്ങലിപ്പുണ്ടാവും. നമ്മുടെ ചില വിദ്യാർത്ഥികൾ ഇങ്ങനെ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോ അവരാദ്യമായിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് കോൾ ചെയ്യണം. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്? 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കോൾ ചെയ്യണം. ഹലോ, ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ? അതെ. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? അപ്പൊ അവര് നമ്മുടെ പേര് ചോദിക്കും. നമ്മുടെ പേര് പറയും. ഓക്കെ, എന്റെ പേര് മിസ്റ്റർ X എന്നാണ്, ഒരു സാങ്കല്പിക പേര് മിസ്റ്റർ X എന്നാണ്. മിസ്റ്റർ X ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് ഫോൺ ചെയ്യുന്നു. അവര് പറയുന്നു ഞങ്ങളുടെ ഫീസ് വരുന്നത് 80,000 രൂപയാണ്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള 7,500 രൂപ നിങ്ങൾ അടച്ചാൽ, ശ്രദ്ധിച്ചേക്കാം, 7,500 രൂപ നിങ്ങൾ അടച്ച് ഇന്ന് തന്നെ കോഴ്സ് സീറ്റ് ബുക്ക് ചെയ്തോളൂ, 100% പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു ലഡു പൊട്ടി. നമ്മൾ ഈ 2 സ്മാർട്ട് സിറ്റിയുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കേട്ടു, വേറെ ആ 100% പ്ലേസ്മെന്റ് പറഞ്ഞ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇപ്പൊ അവരെ പറയുന്നുള്ളൂ. അവരുടെ പേരും നമ്മൾ കേട്ടു, അവരുടെ ഡീറ്റെയിൽസും കേട്ടു. ആ ഡീറ്റെയിൽസ് കേട്ട് കഴിഞ്ഞപ്പോ നമുക്ക് തോന്നിക്കൊള്ളാനത് ഇവിടെ 80,000 രൂപ കൊടുത്ത് പഠിച്ചാലെന്താ, ജോലി ഉറപ്പല്ലേ? സ്മാർട്ട് സിറ്റി പഠിച്ചാലോ അത് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 100% പ്ലേസ്മെന്റ് ആൻഡ് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്? ആരെങ്കിലും ഒരാൾ പറയാം. എന്ത് തോന്നി നിങ്ങൾക്ക് 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ? 100% പ്ലേസ്മെന്റ് എന്തോ പറഞ്ഞ പോലെ പൊട്ടി. അതെ. അപ്പോ ഇനി ഞാൻ പറയാം, അതിന്റെ പിറകിലുള്ള ഒരു തന്ത്രത്തെ കുറിച്ച് പറയാം. ഞാൻ നേരത്തെ ഹോസ്പിറ്റലുകാർ മാർക്കറ്റിംഗ് ചെയ്യുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളുടെ കാര്യം പറഞ്ഞത്, അതുപോലെ അതിനകത്ത് ഒരു പൊതിഞ്ഞു വെച്ച ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട പിള്ളേർ മുഴുവനും ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ പഠിക്കുന്നത്. ജോലി കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിലാണല്ലോ പഠിക്കുന്നത്. സോ 100% പ്ലേസ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ അവര് ധരിക്കുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ നമുക്ക് ജോലി മേടിച്ചു തരും എന്നാണ്. ശ്രദ്ധിച്ചേക്കണം, ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ നമുക്ക് ജോലി മേടിച്ചു തരും എന്നാണ്. അവർക്ക് നിങ്ങളെ കുറിച്ച് അറിയാവുന്ന കാര്യം എന്താ? മിസ്റ്റർ X എന്ന് പറയുന്ന നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ പേരറിയാം.
നിങ്ങളുടെ ഫോൺ നമ്പർ അവർക്കറിയാം. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് അവരെ കുറിച്ച് അറിയുള്ളൂ. ഫസ്റ്റ് തന്നെ കേൾക്കുന്ന ഒരാളോട് വളരെ ബ്ലൈൻഡ് ആയിട്ട് ഫ്രോഡുലന്റ് ആയിട്ടുള്ള വഞ്ചനാപരമായിട്ടുള്ള ഒരു ഓഫറാണ് വെക്കുന്നത്, തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഓഫറാണ് വെക്കുന്നത്. അതാണ് ഈ 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. എന്താണെന്നറിയോ? നിങ്ങളുടെ പെർഫോമൻസ് ലെവലിനെ കുറിച്ച് അവർക്ക് അറിയില്ല, നിങ്ങളുടെ അക്കാദമിക് മികവ് എന്താണെന്ന് അവർക്ക് അറിയില്ല, നിങ്ങളുടെ ഐക്യു ലെവൽ എന്താണെന്ന് അവർക്ക് അറിയില്ല. ഇതൊന്നും അറിയില്ല. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത, ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, അവരുടെ സർട്ടിഫിക്കറ്റ് പോലും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളോട് അയാളുടെ ശബ്ദം മാത്രം കേട്ടിട്ട്, പേര് മാത്രം അറിഞ്ഞിട്ട് പറയുകയാണ് 100% പ്ലേസ്മെന്റ് തരാം. അങ്ങനെ 100% പ്ലേസ്മെന്റ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കണമെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ ആശുപത്രികളും ആ സ്ഥാപനം നടത്തുന്ന ആളുകളെ ആയിരിക്കണം. ഞാൻ പറയുമ്പോൾ മനസ്സിലായോ? ഒരാളുടെ പെർഫോമൻസ് ലെവൽ അറിയാതെ എങ്ങനെയാണ് ഒരാളോട് ജോലി ഓഫർ ചെയ്യാൻ സാധിക്കുക? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിൽ വിഷമം തോന്നും. എന്താണെന്നറിയോ? ഓ സാറേ, നിങ്ങൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണല്ലോ പറയുന്നത്. ഞങ്ങൾ പറയുന്ന 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും അവര് പറയുന്ന 100% പ്ലേസ്മെന്റും എഫക്റ്റിൽ ഒന്ന് തന്നെയാണ്, സെയിം ആണ്. അവര് 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്ന വഞ്ചനാപരമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങനെ തെറ്റായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഒറ്റ കാര്യം പറയാം. ശങ്കരൻ ചേട്ടന്റെ കടയിലെ 1 കിലോ ബീറ്റ്റൂട്ട് മേടിച്ചാൽ 1 കിലോ ക്യാരറ്റ് ഫ്രീ കിട്ടും. 1 കിലോ ബീറ്റ്റൂട്ടിന് വില 100 രൂപ. ശങ്കരൻ ചേട്ടന്റെ കടയിൽ ഒരു പ്രത്യേകം ഓഫർ വന്നാക്കാണ്. 1 കിലോ ബീറ്റ്റൂട്ട് മേടിച്ചാൽ 100 രൂപ, 1 കിലോ ക്യാരറ്റ് ഫ്രീ. മനസ്സിലായി? തൊട്ടിപ്പുറത്ത് നമ്മുടെ സാറാമ്മച്ചേടത്തിയുടെ കടയുണ്ട്. സാറാമ്മച്ചേടത്തിയുടെ കടയിൽ 1 കിലോ ബീറ്റ്റൂട്ടിന് 50 രൂപ, 1 കിലോ ക്യാരറ്റിന് 50 രൂപ. രണ്ടും കൂടി ഒരുമിച്ച് മേടിച്ചാൽ 100 രൂപ. രണ്ടും ഒന്നാണോ? ഒന്ന് പറഞ്ഞേ. അതെ, രണ്ടും ഒന്നാണ്. ബൈ റിസൾട്ട് ഇത് രണ്ടും ഒന്നാണ്. സാറാമ്മച്ചേടത്തി 1 കിലോ ബീറ്റ്റൂട്ടും 1 കിലോ ക്യാരറ്റും 50 രൂപ വീതം 100 രൂപക്ക് വെക്കുന്നു. പക്ഷെ സാറാമ്മ ചേച്ചി പറയുന്നത് 1 കിലോ ബീറ്റ്റൂട്ടിന് 50 രൂപ, 1 കിലോ ക്യാരറ്റിന് 50 രൂപ. ശങ്കരൻ ചേട്ടൻ പറയുന്നത് 1 കിലോ ബീറ്റ്റൂട്ടിന് 100 രൂപ, പക്ഷെ 1 കിലോ ബീറ്റ്റൂട്ട് മേടിച്ചാൽ 1 കിലോ ക്യാരറ്റ് ഫ്രീ ആണ്. ഈ പറഞ്ഞ വ്യത്യാസമാണ് പ്ലേസ്മെന്റിന്റെ കാര്യത്തിലുള്ളത്. അവർ 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഞങ്ങൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒന്നു തന്നെയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്ന് തന്നെയാ. നിങ്ങളുടെ എക്സാം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പ്ലേസ്മെന്റ് സെല്ലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2-3 സേവനങ്ങൾ തരും. ഒന്നാമത്തെ സേവനം, ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള വാക്കൻസികൾ നമ്മൾ ഡിഗ് ചെയ്തെടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും. രണ്ടാമത്തേത്, ഇതുപോലെ ഒട്ടനവധിയായിട്ടുള്ള ഇന്റർവ്യൂകൾ വിവിധ ഹോസ്പിറ്റലുകളിൽ നടക്കുന്നുണ്ട്. ആ ഇന്റർവ്യൂവിന്റെ തീയതി നിങ്ങളെ അറിയിക്കും. ഇത്രാം തീയതി അവിടെ ഇന്റർവ്യൂ ഉണ്ട്, നിങ്ങൾ CV അങ്ങോട്ടേക്ക് അയക്കുക. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പറഞ്ഞാൽ ഞങ്ങളാണ് കേട്ടോ അത് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പറഞ്ഞാൽ അപ്പുറത്ത് വെക്കുന്ന അതേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കാര്യം തന്നെയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, ഇത്രാം തീയതി അവിടെ ഇന്റർവ്യൂ ഉണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് CV അയക്കുക. അങ്ങനെ ഇന്റർവ്യൂവിന്റെ പടിവാർക്ക് പോയി. അവിടെ പഠിക്കുന്ന മിസ്റ്റർ എക്സും പോയി, ഇവിടെ പഠിക്കുന്ന മിസ്റ്റർ വൈയും പോയി. മിസ്റ്റർ എക്സിന്റെ ഒപ്പം ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് എവിടം വരെ ചെല്ലാൻ സാധിക്കും? ഇന്റർവ്യൂ നടക്കുന്ന റൂമിന്റെ ആ ഡോർ സ്റ്റെപ്പ് വരെ, വാതിൽ പടി വരെ മാത്രം ചെല്ലാൻ സാധിക്കും. ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലേക്ക് ഒറ്റയ്ക്ക് കടന്നു ചെല്ലേണ്ടത് ആരാണ്? മിസ്റ്റർ എക്സ് ഒറ്റയ്ക്ക് കടന്നു ചെല്ലണം ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലേക്ക്. കസേര ചെന്നിരിക്കേണ്ടത് മിസ്റ്റർ എക്സ്, ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് മിസ്റ്റർ എക്സ്. വേറൊരാൾക്ക് ബോർഡിന് റോളില്ല. അതേ സെയിം കാര്യം തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയ മിസ്റ്റർ വൈയും ചെയ്യുന്നു. അവർ ഇന്റർവ്യൂ ബോർഡിൽ ചെല്ലുന്നു, ഇന്റർവ്യൂവിന് മുന്നിൽ കാര്യങ്ങൾ പറയുന്നു, അവരുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി പറയുന്നു, അല്ലെങ്കിൽ പോരുന്നു. ഇന്റർവ്യൂ
എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത്, അതിനൊരു സെക്കൻഡ്, ഇന്റർവ്യൂവിൽ നിങ്ങൾ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത്, നിങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത്. നിങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് ജോലി ലഭിക്കുന്നത്. അത് മിസ്റ്റർ എക്സ് ആണെങ്കിലും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച മിസ്റ്റർ എക്സിനും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച മിസ്റ്റർ വൈക്കും നിങ്ങൾ ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ജോലി ലഭിക്കുക. ഓക്കെ, ക്ലിയർ? അപ്പോ ഞാൻ പറഞ്ഞത് 100% പ്ലേസ്മെന്റ് എന്ന് അവര് പറഞ്ഞതും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടു. ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് പേര് വീട്ടമ്മമാരാണ്. നമ്മൾ പേര് നോക്കുമ്പോൾ തസ്നി, ശ്രീത, രേഷ്മ, മറള, സുധി, അങ്ങനെ കുറെ പേരുണ്ട്, ശ്രീഭ, കുറെ പേര് സ്ത്രീജനങ്ങളാണ്. ഓക്കെ, ഈ പഠിക്കുന്ന സമയത്ത് പൂത്തുമ്പികളെ പോലെ മാറി നടന്നിരുന്നവരാണ്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവരാണ്. കല്യാണം കഴിഞ്ഞതോട് കൂടിയിട്ട് പൂത്തുമ്പിയുടെ 2 ചിറകുകൾ കട്ടിയിട്ട് കളഞ്ഞു. ഉത്തരവാദിത്തങ്ങളുടെ വലിയ വലിയ ഒരു തടവറയിലേക്കാണ് കല്യാണം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം നമ്മ ചെന്ന് ചാടുന്നത്. എന്തൊക്കെ സ്വപ്നം കണ്ടവരായിരുന്നു, ഒക്കെ പോയി. ഒരു സമയത്ത് ഈ ചില സ്ത്രീകൾ അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ, ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കണ പൊന്നെ എന്നാലോചിച്ച് നിരാശപ്പെടും. ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷനും ബിഎഡും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളെ അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. എന്റെ ഓഫീസിൽ 36ഓളം പേര് ബിഎഡ് കഴിഞ്ഞവര് വർക്ക് ചെയ്യുന്നുണ്ട്, 36 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ അവരിൽ പലരും വിവാഹമൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് അവർ വളരെ ക്രാക്ഡായി പോകും. എന്താന്ന് വെച്ചാല് വീടിന്റെ സിറ്റ് ഔട്ടിൽ നിന്ന് മുറ്റത്തേക്ക് കാലെടുത്ത് വെക്കാൻ സമയം കിട്ടില്ല. അടുക്കള എന്ന് പറയുന്ന 4 ചുവരുകൾക്ക് അകത്ത് തടവറയിൽ പെട്ടുപോകും, അനങ്ങാൻ പറ്റൂല. ഫസ്റ്റ് ഡെലിവറി, സെക്കൻഡ് ഡെലിവറി, അല്ലെങ്കിൽ അമ്മായിച്ചിന് പാടില്ല, അമ്മായിയൊക്കെ പാടില്ല. ഇതൊക്കെ കഴിഞ്ഞ് നടന്നു നിർത്തുമ്പോഴേക്കും ജീവിതത്തിന് നല്ലൊരു സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നാൽ ഇനി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, പുറത്തിറങ്ങി ശുദ്ധമായി ശ്വസിക്കണം, ആഹാരം ഒന്ന് കാണണം, ഒന്ന് ജീവിതം തിരിച്ചു പിടിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തേക്ക് കോഴ്സ് ചേർന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഓക്കെ, നിലവിൽ 56,000 പേര് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിലവിൽ പഠിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഞാൻ അവരുമായിട്ട് സംവദിച്ചിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോ അവർക്ക് പഠിക്കാൻ കേൾക്കുള്ള ആശങ്ക എന്താണെന്ന് അറിയോ? പഠിച്ചിരുന്ന സമയത്ത് നന്നായി പഠിച്ചിരുന്നവരാ, ഇനി ഇതൊക്കെ എന്നെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ ഈ പ്രായത്തില്? 2 കൊച്ചുങ്ങളുടെ തള്ളയായല്ല, വീട്ടിൽ പണിയൊക്കെ ചെയ്ത് ഇനി ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും എന്റെ ഈശോ എന്നാശങ്കപ്പെടുന്നവരുണ്ട്. ഓക്കെ, പഠിച്ചെടുത്താലും പറ്റും. അത് കഴിഞ്ഞ് ഇപ്രാണ് ഞാൻ വന്നിട്ട് പറയുന്നത് ഇന്റർവ്യൂവിന് പങ്കെടുക്കണം, ഇന്റർവ്യൂവിന്റെ മുമ്പിൽ ചെന്നിട്ട് പെർഫോം ചെയ്യണമെന്നൊക്കെ പറയുമ്പോ നമ്മളെ കൊണ്ട് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ പടച്ചിടപ്പുരാണേന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. അപ്പോ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിയുന്ന സമയത്ത് തരും. ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത്, കല്യാണത്തിന് പോകുന്ന സെയിം ഡ്രസ് ഇട്ടാണോ ഇന്റർവ്യൂവിൽ പോകേണ്ടത്, ഇന്റർവ്യൂവിൽ പോകേണ്ട ഡ്രസ് കോഡ് എന്താണ്, എങ്ങനെയാണ് വാതിലിൽ നിങ്ങൾ മുട്ടേണ്ടത്, വീട്ടിൽ മറ്റേ തുറക്കുന്ന പറഞ്ഞ മോളോട് വാഹനം തട്ടണ പോലെ ആണോ ഇന്റർവ്യൂ ബോർഡിൽ ചെന്ന് തട്ടേണ്ടത്, കസേരയിൽ ചെന്ന് ഇരിക്കേണ്ടത് എങ്ങനെയാണ് അവരെ സല്യൂട്ട് ചെയ്ത് അഭിസംബോധന ചെയ്ത് സംസാരിച്ച് തുടങ്ങേണ്ടത് എങ്ങനെയാണ് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത്, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഐ കോണ്ടാക്ട്, എങ്ങനെയായിരിക്കണം നിങ്ങൾ മറുപടികൾ പ്രസന്റ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ടെല്ലാം വളരെ വിശദമായിട്ട് നിങ്ങളുടെ ശരീരഭാഷ, ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഗ്രൂമിംഗ് ക്ലാസ് നിങ്ങൾക്ക് ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴ്സ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് തരുന്നതാണ്. ആ കാര്യത്തിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് കൂടിയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളത് നിങ്ങളെക്കാളും വളരെ ഏറ്റവും ആവശ്യമാക്കാണെന്നറിയോ? ഞങ്ങൾക്കാണ്. എന്താ കാര്യം എന്നറിയോ? ബാക്കിയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്കും അവർക്ക് പരസ്യം ചെയ്യാൻ മാർഗമുണ്ട്, ഒരുപാട് പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അഡ്മിഷൻ വരുന്നത് 2 രീതിയിലാണ്. ഒന്ന്, നമ്മള് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ ടീമിരുന്ന് ഇടുന്ന പോസ്റ്റുകളിലൂടെ. രണ്ടാമത്തേത് ഈ ക്ലാസ്സിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് വന്നിട്ടുണ്ടാകുക നിങ്ങളുടെ കൂട്ടുകാരികളോ കൂട്ടുകാരന്മാരോ നാട്ടുമാരോ അല്ലെങ്കിൽ വല്യച്ഛന്മാരോ വല്യമ്മമാരോ ഒക്കെ നിങ്ങളോട് വായ കൊണ്ട് പറഞ്ഞിട്ടാണ്. അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് പഠിച്ചറിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്നുണ്ടായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഞങ്ങളെ മുന്നോട്ടേക്ക് വെക്കുന്ന ക്വാളിറ്റിയുള്ള കോഴ്സിന്റെ ഭാഗമായിട്ട്
അത് പഠിച്ചിറങ്ങി അനുഭവിച്ചു വന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അനുഭവം ഷെയർ ചെയ്ത് കടന്നു വന്നവരാണ് നിങ്ങളിൽ ഭൂരിപക്ഷം പേര്. നമ്മുടെ എല്ലാ ബാച്ചിലും വന്നത് തന്നെയാണ്. പറഞ്ഞത് കേട്ടാണ് വരുന്നത്. അപ്പോ ജോലി കിട്ടിയ നിങ്ങളാണ് ഞങ്ങളുടെ മഞ്ജു വാര്യർമാർ, ജോലി കിട്ടിയ നിങ്ങളാണ് ഞങ്ങളുടെ മോഹൻലാൽമാർ, നിങ്ങളാണ് ഞങ്ങളുടെ പ്രൊഫഷണൽസ്. മനസ്സിലായോ? നിങ്ങൾ ജോലി കിട്ടി കഴിയുമ്പോൾ പറയും അപ്പുറത്തെ ചേട്ടനോട് ചേച്ചിയോട്, നിങ്ങൾക്ക് ജോലി കിട്ടി കഴിയുമ്പോ ഇന്നലെ വരെ നിങ്ങളെ ദുഷിച്ചിട്ടുള്ള ഒരാളായിരിക്കും ചിലപ്പോ നിങ്ങളുടെ നാത്തൂൻ. ആ നാത്തൂൻ എടി നീ ആ കോഴ്സ് ചെയ്തത് എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് വരും. അപ്പൊ നിങ്ങൾ പറയും എന്താ, ഞങ്ങൾ പഠിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, നല്ല കോഴ്സാണ്, നല്ല കോൺവെക്കേഷൻ ആണ്, നല്ല ക്ലാസ് ആയിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയും. പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ അവർ സെറ്റ് ചെയ്ത് തന്നു, ഇന്റർവ്യൂവിൽ ജയിക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അവർ പറഞ്ഞു തന്നു എന്നൊക്കെ നിങ്ങൾ പറയും. അത് ഞങ്ങൾ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കട്ടെ, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അപ്പോ അത് നിങ്ങളാണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡർമാർ. അപ്പോ നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളത് നിങ്ങളെക്കാളും ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഞങ്ങളാണ്. നിങ്ങൾക്ക് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 അഡ്മിഷൻ കൂടുതൽ വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കേട്ടോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ടല്ലോ. സാർ ഡൗട്ട് ഉണ്ട്. ചോദിക്കുവാണ്. ഇന്റർവ്യൂ ഗ്രൂമിംഗ് സെക്ഷൻ ഉണ്ടല്ലോ സാറേ, ആ സമയത്ത് അല്ല ഗ്രൂമിംഗ് സെക്ഷന്റെ ഇന്റർവ്യൂ ഗ്രൂമിംഗ് സെക്ഷന്റെ ക്ലാസ് ഉണ്ടെന്ന് സാറ് പറഞ്ഞായിരുന്നല്ലോ. അപ്പോ ആ സമയത്ത് ഇന്റർവ്യൂവിന്റെ മാനറിസം അതൊക്കെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അവരപ്പുറത്തുനിന്ന് ഈ ഇന്റർവ്യൂവിന്റെ പാനല് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് അതും പറഞ്ഞു തരുമോ ഈ ഗ്രൂമിംഗ് സെക്ഷനില്? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയില് ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗൈഡ് മാത്രം നോക്കി പഠിച്ചാൽ പോരാ, ഈ റെക്കോർഡ് ക്ലാസ്സിൽ കൂടിയിട്ട് ഒന്നുകൂടി ആഴത്തിൽ കാണണം എന്ന് പറഞ്ഞത് ഇന്റർവ്യൂവിന് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? വേറെ പുറത്തുള്ള കാര്യങ്ങളൊന്നും ചോദിക്കൂല. ഓക്കെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ സംബന്ധിച്ചിട്ടായിരിക്കും ഇന്റർവ്യൂവിൽ ചോദിക്കുക. കേട്ടോ? അടുത്ത ചോദ്യം. അല്ല സാറേ, എന്നാലും കോമൺ ആയിട്ട് ഈ ഇന്റർവ്യൂവിൽ എല്ലാം ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കാണുമല്ലോ ഈ പുറത്തുനിന്ന്. നമ്മുടെ പ്ലേസ്മെന്റ്സിലെ അത് നിങ്ങൾക്ക് കോഴ്സ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഇട്ടുതരും. നമ്മുടെ ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെ ക്ലാസ് ഉണ്ടല്ലോ, ആ ക്ലാസ്സിനകത്ത് നമ്മുടെ ടീച്ചർമാർ അതിനെ കുറിച്ച് പ്രതിപാദിക്കുകയും പ്ലേസ്മെന്റ്സിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടു തരികയും ചെയ്യുന്നുണ്ട്. ആ വീഡിയോയുടെ വിശദാംശങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കും. ഓക്കെ, ശരി. അടുത്ത ചോദ്യം ഷംസീനയുടെ ചോദ്യം ഞാൻ പറഞ്ഞു. പ്രീതയുടെ ചോദ്യം പ്ലേസ്മെന്റ് ഓക്കെ. നമ്മുടെ ലൊക്കേഷനിൽ മാത്രമല്ല, സോറി എറണാകുളത്ത് മാത്രമല്ല, ഞങ്ങള് ഇതുമായി ബന്ധപ്പെട്ടുള്ള വേക്കൻസികൾ അറിയിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ ഹോസ്പിറ്റലുകളിലെയും അവിടെ എല്ലാവർക്കും നമ്മുടെ പ്ലേസ്മെന്റ്സിന് ഒരു 6-7 പേര് ഇന്ന് ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുക. അവര് വിളിച്ച് ഈ ഇന്റർവ്യൂവും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. കേട്ടോ? അതിപ്പോ എറണാകുളത്തിനും കോഴിക്കോടിനും തിരുവനന്തപുരത്തും ഒക്കെ ഉള്ള സാധ്യത ഒരുപക്ഷെ വയനാടിനും ഇടുക്കിക്കും ഉണ്ടായിരുന്നു വരില്ല, ഇല്ലേ? കാരണം അവിടെ ഇവിടത്തേക്കാൾ അപേക്ഷിച്ചിട്ട് ഹോസ്പിറ്റലുകളുടെ എണ്ണം, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ എണ്ണത്തിൽ പൊതുവെ കുറവുണ്ടാവും. ഓക്കെ, അപ്പൊ അതിന് ആനുപാതികമായിട്ടുള്ള ഒഴിവുകൾ അവിടെയും കിട്ടും. ആൽഫി ജോർജ് എക്സാം കഴിഞ്ഞ് എത്ര നാളുകൊണ്ട് ആണ് സർട്ടിഫിക്കറ്റ് കിട്ടുക? എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി ഒരു 25 ദിവസത്തിനുള്ളിൽ, പരമാവധി 25 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കോൺവെക്കേഷൻ ഉണ്ടാവും. എക്സാം കഴിഞ്ഞ് ഒരു 1.5 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കോൺവെക്കേഷൻ സെറമണി നടക്കുന്നതാണ്. ഓക്കെ, വേറൊരു ടെസ്റ്റ് ഈ ആദ്യമായിട്ട് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ കയറുന്ന ഒരു ജോലിക്കാരന് എത്ര തൊട്ട് എത്ര വരെ ശമ്പളമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു ഫ്രഷറിന്? മനസ്സിലായി. സാധാരണ അത് ഓരോ ഹോസ്പിറ്റലുകളുടെയും മാനേജ്മെന്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഹോസ്പിറ്റലുകളുടെയും റെപ്യൂട്ടേഷൻ, അതിന്റെ വലിപ്പം, ഈ കാര്യം അവർ ചെയ്യുന്ന ബിസിനസിന്റെ ക്വാണ്ടിറ്റി, ഇതിനെല്ലാം ആശ്രയിച്ചുകൊണ്ടാണ്. എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 10,000 രൂപ മുതൽ മുകളിലേക്കുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ 8,500-ഉം 9,000-ഉം കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെയും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അത്രയും ചെറിയ ശമ്പളവും? അല്ല, ഇത്രയും ചെറിയ ശമ്പളത്തിലും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്.
ചില ആളുകളെ ഇപ്പൊ വീടിനടുത്താണ് ഒരു 2 കുഞ്ഞുങ്ങളുള്ള വീട്ടമ്മ, നൈറ്റ് ഷിഫ്റ്റ് എടുക്കാനായിട്ട് പറ്റൂല, തൊട്ടടുത്ത് വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു 500 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ കിട്ടിയാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആളുകൾ പോകാറുണ്ട്. അപ്പൊ അത്രയും കുറഞ്ഞ സാഹചര്യമുണ്ട്. 10,000 രൂപ ഉണ്ടെങ്കിൽ 15,000-നും 16,000-നും 18,000-നും ഒക്കെ പഠിക്കുന്നവരുണ്ട്. നമ്മളിപ്പോ ലാസ്റ്റ് സ്റ്റുഡന്റ് അഷ്റ, അത് ഭയങ്കര ലെക്കാണ് കേട്ടോ. ഫസ്റ്റ് ആ കുട്ടിക്ക് കിട്ടിയത് ആസ്റ്ററിന്റെ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ കിട്ടി. 22,000 രൂപക്കാണ് ഫസ്റ്റ് പേയ്മെന്റ് ആ കുട്ടിക്ക് കിട്ടിയ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുള്ളത്. 22,000 എന്തോ ആ കുട്ടി ഡിപ്ലോമയായിരുന്നു. പക്ഷെ ആ കുട്ടി ഹെവി പെർഫോമർ ആയിരുന്നു. നമ്മൾ ക്ലാസ്സിൽ തന്നെ ഹെവി പെർഫോമർ ആയിരുന്നു. ഞാൻ കോൺവെക്കേഷൻ വന്നപ്പോഴാണ് നേരിട്ട് പരിചയപ്പെട്ടത്. പക്ഷെ ആ കുട്ടിയായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അതിന്റെ ഒരു സ്പാർക്ക് അറിയാനായി സാധിക്കുമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻറ്റി ജോർജ് എക്സാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു. റോസ്മി മറിയ, സർട്ടിഫിക്കറ്റ് എവിടെയൊക്കെ വാലിഡിറ്റി ഉണ്ട്? ഇന്റർനാഷണൽ വാലിഡിറ്റി ഉണ്ടോ കാനഡയ്ക്ക്? ഓക്കെ, നല്ല ചോദ്യം. സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ PR അഡ്മിഷൻ എടുത്ത സമയത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ആ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് 6 സവിശേഷതകൾ, 6 ഫീച്ചേഴ്സ് ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. ഒന്നാമത്തേത് അത് ഒരു സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് ആണ്. ഒന്നാമത്തേത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു 5-6 സർട്ടിഫിക്കേഷൻ കൗൺസിലുകൾ ഇന്ത്യക്കകത്തുണ്ട്. ദേശീയ തലത്തിൽ നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന 5-6 സർട്ടിഫിക്കേഷൻ കൗൺസിലുകളുണ്ട്. അത് ഏതെങ്കിലും മറ്റൊരു സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ പേര് നിങ്ങൾക്ക് പറയാമോ? ആർക്കെങ്കിലും ഒരാൾക്ക് ഓർമ്മയിലുണ്ടോ? NSTC അല്ല, NSTC സെൻട്രൽ ഗവൺമെന്റിന്റെ നേരിട്ട് അത് പ്രത്യേക ഒരു ബോർഡായിട്ട് പ്രവർത്തിക്കുന്നതാണ്. സ്കിൽ ഇന്ത്യ മിഷൻ, മേക്കിംഗ് ഇന്ത്യയുടെ ഒക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അത് സർട്ടിഫിക്കേഷൻ. NSTCയുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷൻ അല്ല. NSTCയുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ തൊഴിലിന്റെ എംപ്ലോയീസിന്റെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, എംപ്ലോയബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് കൊടുത്ത് സ്ഥാപനങ്ങളെ വലുതാക്കിയെടുക്കലാണ് NSTC. ഞാൻ പറയാം, ഒന്ന് BSS, ഭാരത് സേവക് സമാജ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മറന്നുപോയിട്ടുള്ളതായിരിക്കും. രണ്ടാമത്തേത് NCVRT, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ് സെന്റർ. മൂന്നാമത്തെ ഒരു സ്ഥാപനമാണ് RSDCA, റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി. അത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡിയാണ്. ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. ഓൺലൈൻ വെരിഫിക്കേഷൻ. ആ സർട്ടിഫിക്കറ്റിനകത്ത് നിങ്ങൾ അതിന്റെ ഡിജിറ്റൽ കോപ്പി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ഹാർഡ് കോപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതിനകത്ത് 3 ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തേത് ഒരു സേഫ്റ്റി ബാഡ്ജ് ഉണ്ട്, രണ്ടാമത്തേത് ഒരു ഹോളോഗ്രാം ഉണ്ട്, മൂന്നാമത്തേത് ഇതിനകത്ത് ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് വിദൂരത്തുള്ള ഒരു സ്ഥലത്ത് ഒരു വിദേശ രാഷ്ട്രത്ത് കൊടുത്തെന്നിരിക്കട്ടെ, അവിടുത്തെ എംപ്ലോയർക്ക് അവിടെ ഇരുന്നു കൊണ്ട് ആ QR കോഡ് സ്കാൻ ചെയ്താൽ അത് നേരെ പോകുന്നത് ഈ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി വെബ്സൈറ്റിലേക്കാണ്. ആ വെബ്സൈറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിൽ ചെന്നിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള ആ സീരിയൽ നമ്പർ അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ A to Z വിവരം, നിങ്ങൾ എന്താണ് കോഴ്സ് നടത്തിയത്, നിങ്ങളുടെ കോഴ്സിന്റെ സിലബസ് എന്തായിരുന്നു, നിങ്ങളുടെ പുഞ്ചിരിച്ചു നിൽക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു ഫോട്ടോ, ഈ കാര്യങ്ങളെല്ലാം അതിനകത്ത് അവരുടെ വെബ്സൈറ്റിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് ആധികാരികമാണ് എന്ന് അവർക്ക് അവിടെ ഇരുന്ന് ഉറപ്പിക്കാൻ സാധിക്കും. ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. മൂന്നാമത്തേത് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഞാൻ സമയം കുറഞ്ഞത് കൊണ്ട് സ്പീഡിൽ പറഞ്ഞു പോകാട്ടോ. ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തുള്ള ഇന്ത്യയിലെ പൗരന്മാര് വിദേശത്തേക്ക് പഠിക്കുന്നതിന് വേണ്ടിയോ ടൂർ പോകുന്നതിനോ അല്ലാതെ ജോലിക്കോ ഒക്കെ പോകുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഔദ്യോഗിക സംവിധാനമാണ് ആ ഇന്ത്യൻ എംബസി. സെൻട്രൽ ഗവൺമെന്റിന്റെ ഔദ്യോഗിക സംവിധാനമാണ്. ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. നാലാമത്തേത് ഓഫ് അറ്റസ്റ്റേഷൻ, വിദേശകാര്യ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അഞ്ചാമത്തേത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്ന സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ SSLC പ്ലസ് 2 ഒക്കെ കഴിഞ്ഞ സമയത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ
അവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. അടുത്തത് UAE അറ്റസ്റ്റേഷൻ, സൗദി അറ്റസ്റ്റേഷൻ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് RSDCA സർട്ടിഫിക്കറ്റ്. ഇതാണ് RSDCA സർട്ടിഫിക്കറ്റിന്റെ ഫീച്ചർ എന്ന് പറയുന്നത്. ആ സർട്ടിഫിക്കറ്റിന് പ്രത്യേകമായി ഫീസ് ഒന്നും നിങ്ങൾ അടക്കേണ്ടതില്ല. അത് കോഴ്സിനോടൊപ്പം തികച്ചും സൗജന്യമായി കോഴ്സിനോടൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള 140-ലേറെ ലോകരാഷ്ട്രങ്ങളിൽ തൊഴിൽ നൈപുണ്യത്തിന്റെ ഔദ്യോഗിക വക്താവായി പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് SDC കാനഡ, സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് കാനഡ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ്. റോസ്മി മറിയം പറഞ്ഞതുപോലെ അത് കാനഡയിലോട്ട് വേണ്ടി മാത്രമുള്ള സർട്ടിഫിക്കറ്റ് അല്ല. ശ്രദ്ധിച്ചു കേൾക്കണം. കാനഡയിലേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള സർട്ടിഫിക്കറ്റ് അല്ല. വിദേശ രാഷ്ട്രങ്ങളിൽ സ്കിൽ കോഴ്സുകൾക്ക് ഡ്യുവൽ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത്തരം കോഴ്സുകളെ പ്രീമിയം കോഴ്സുകളായി പരിഗണിക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് തരുന്നത്. ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ജോലിക്ക് ചെല്ലുന്നിടത്ത് ഒരു എൻട്രി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഒരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അത് കാനഡയിലോട്ട് വേണ്ടി മാത്രമല്ല. MG യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കോട്ടയാണ്. കോട്ടയം അല്ലെ? നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. പക്ഷെ തിരുവനന്തപുരത്തേക്ക് മാത്രമോ അല്ലെങ്കിൽ കോട്ടയത്ത് മാത്രമോ ഉള്ളൂ MG യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി. അത് എല്ലായിടത്തും വാല്യൂ ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ ഇത് കാനഡയിൽ മാത്രം വാല്യൂ ആയിട്ടുള്ള സാധനമല്ല. കാനഡ എന്ന് പറയുന്നത് ആ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ ആസ്ഥാനമാണ്. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കാനഡയിലാണ്. അതുകൊണ്ട് കാനഡയിൽ മാത്രമല്ല വിവിധ ലോകരാഷ്ട്രങ്ങളിൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അങ്ങനെ 2 സർട്ടിഫിക്കറ്റ് ആണ്. ഈ SDC കാനഡ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം പേയ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. അത് എക്സാം ഫീസ് അടക്കുന്ന സമയത്ത് മാത്രം ചെയ്താൽ മതിയാകും. എന്നാൽ എക്സാം ഒക്കെ കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് SDC സർട്ടിഫിക്കറ്റ് വേണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുകയില്ല. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ എക്സാം കഴിയുന്ന സമയത്ത് തന്നെ എക്സാം ഫീസിനോടൊപ്പമോ അല്ലെങ്കിൽ എക്സാം കഴിയുന്ന തൊട്ടുടനെ തന്നെ പറയണം. അതല്ലെങ്കിൽ അതിനകത്ത് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എന്ന് വെച്ചാല് നിങ്ങൾക്ക് RSDCയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. അതിലേക്ക് ഇന്നാണ് നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഇന്ന് സെപ്റ്റംബർ 22 സെപ്റ്റംബർ 22. ഈ സെപ്റ്റംബർ 22-ാം തീയതി നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. SDCയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ 1 കൊല്ലം കഴിഞ്ഞാൽ വാങ്ങുന്നെങ്കിൽ അതിലെ ഡേറ്റ് കിടക്കുന്നത് ആ സമയത്തെ ഡേറ്റ് ആയിരിക്കും. ഒരു കോഴ്സിന് 2 ഡേറ്റിൽ ഉള്ള സർട്ടിഫിക്കറ്റ് വെക്കുമ്പോൾ അത് നമ്മുടെ ക്രെഡിബിലിറ്റിയെ, നമ്മുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറും. അതുകൊണ്ടാണ് SDCയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നവര് ഉടനെ തന്നെ വാങ്ങണം, എക്സാമിന്റെ സമയത്ത് തന്നെ വാങ്ങണം എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ? എന്തോ അടുത്തൊരു ഡൗട്ട്. യെസ്, കമോൺ. സാറേ, ഈ RSDCയുടെ PG ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റിന് +2 മതിയെന്ന് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു നിയമം വന്നല്ലോ. അപ്പൊ അത് നമ്മുടെ ഈ ഇന്റർവ്യൂ ബോർഡ് ഈ ജോലിക്ക് എടുക്കുന്നവര് അങ്ങനെ മതിയെന്നുള്ള നിയമം അപ്ഡേറ്റ് ആവുമോ? അല്ല, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ അർജുൻ. അതായത് നിങ്ങൾ എടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ കൊണ്ടുവന്നു. അത് PGയുടെ സർട്ടിഫിക്കറ്റ് ആണ്. അതിന്റെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഇത് നേരെ പോകുന്നത് ആ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി വെബ്സൈറ്റിലേക്കാണ്. ആ വെബ്സൈറ്റിൽ ചെന്ന സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത പരിശോധിക്കാനായിട്ട് പറ്റും. ഡിഗ്രി ഇല്ലാത്ത ഒരാൾക്ക് ലാറ്ററൽ എൻട്രി സ്കീം പ്രകാരം +2 അടിസ്ഥാന യോഗ്യതയുള്ള ഒരാൾ PG ചെയ്യുമ്പോൾ അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എങ്കിൽ RSDC എന്ന് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കിട്ടില്ലല്ലോ. നേരെ എടുക്കുന്ന ലോജിക്കല്ലേ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കിട്ടില്ലല്ലോ. അതിന് മതിയായിട്ടുള്ള യോഗ്യത ഉള്ളത് കൊണ്ടാണ് അവിടുന്ന് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കിട്ടുന്നത്. ആ QR കോഡ് സ്കാൻ ചെയ്താൽ നേരെ അവരുടെ വെബ്സൈറ്റിൽ ചെന്ന് പരിശോധിക്കാവുന്ന കാര്യമേ ഉള്ളൂ. കേട്ടോ? അതല്ല സാറേ, അവരപ്പോ സംശയിക്കാൻ സാധ്യത ഉണ്ടോ ഈ +2-കാര് PG? നിലവിൽ ഇതുവരെയും അങ്ങനെ ഒരു സംശയം ഉന്നയിച്ചതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം സർട്ടിഫിക്കറ്റ് അവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുകയല്ലേ. പിന്നെ ആ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികതയെ സംബന്ധിച്ച് പിന്നെ എന്ത് സംശയമാണുള്ളത്? അല്ല സാറേ, ഞാൻ ഇത് ചോദിക്കാനുള്ള കാരണം ആക്ച്വലി ഇത് ഇതുവരെ ഡിഗ്രിക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ.
ഞാൻ ആദ്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയതൊരു 45 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടാവുമ്പോൾ ഇല്ലേ? ഉണ്ട് സാറേ. ഞാനപ്പോ അതിന്റെ കാര്യങ്ങൾ മുഴുവൻ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കുറച്ചത്. റൈറ്റ്, അതുണ്ടായിരുന്നു. പക്ഷെ ഈ ഗൂഗിളിൽ ഇപ്പോഴും ഗൂഗിൾ അപ്ഡേറ്റ് ആയിട്ടില്ല കേട്ടോ സാറേ. ഇപ്പോഴും ഗൂഗിൾ ഇപ്പോഴും പക്ഷെ അപ്ഡേറ്റ് ആയിട്ടില്ല. ഗൂഗിളിൽ ഇപ്പോഴും ഗൂഗിൾ അപ്ഡേറ്റ് ആയിട്ട് ഈ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത പരിശോധിക്കുന്നത് നമ്മുടെ ഈ വെബ്സൈറ്റിലാണ്. ഏതിന്റെ? RSDCയുടെ വെബ്സൈറ്റിലാണ്. അതിൽ നമുക്ക് നോക്കി പരിശോധിക്കാം കേട്ടോ. ഗൂഗിളിൽ ഇപ്പോഴും പറയുന്നത് RSDCA PG ഡിപ്ലോമ സർട്ടിഫിക്കറ്റിന് ഡിഗ്രി വേണമെന്നാ ഗൂഗിൾ ഇപ്പോഴും പറയുന്നത്. അതെനിക്കൊന്ന് ഇട്ടുതരാമോ? RSDCയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിന് ഡിഗ്രി വേണമെന്ന് പറയുന്നത് എനിക്കൊന്ന് ഇട്ടുതരാമോ? ഞാനത് പറഞ്ഞോട്ടെ അർജുൻ. അർജുന്റെ ബാച്ചിൽ പഠിക്കുന്നതിന് മുമ്പ് മിന്നുന്നാള് ശനിയാഴ്ച നമ്മുടെ HA30 കോൺവെക്കേഷൻ ആയിരുന്നു ഞങ്ങളുടെ ഓഫീസിൽ. എല്ലാ ശനിയാഴ്ചയും നമ്മുടെ ഓഫീസിൽ കോൺവെക്കേഷൻ ഉണ്ടാവും. എല്ലാ ശനിയാഴ്ചയും ഉണ്ടാവും. ആ കോൺവെക്കേഷനകത്ത് നമ്മൾ PGയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തു ലാറ്ററൽ എൻട്രി സ്കീം പ്രകാരമുള്ളവർക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോ അനുവദിച്ചു തരില്ലല്ലോ, തീരുമാനിക്കേണ്ടത്. അവരനുവദിച്ച് തരില്ലല്ലോ. അവരനുവദിച്ച് തന്നത് കൊണ്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിച്ചത് കേട്ടോ. അവരെ നിഷ്കർഷിച്ചത് കൊണ്ടാണ് ഞങ്ങൾ അവരില്ലേ. ഞങ്ങള് RSDCA അക്രഡിറ്റേഷൻ എടുത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യക്കകത്തെ 10,000-കണക്കിന് വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ്. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല RSDCA ഒരു നോംസ് മുന്നോട്ടേക്ക് വെക്കുന്നത്. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ള കോമൺ നോംസ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് മാത്രം ഒരു സ്പെഷ്യൽ പ്രിവിലേജോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അവരുടെ സെൻട്രൽ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന നിയമങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ച് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ അവരുടെ അക്രഡിറ്റേഷൻ എടുക്കൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിന്റെ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും നമ്മളല്ല ചെയ്യുന്നത്. ഞങ്ങൾ ഇതിന്റെ അകത്ത് കോഴ്സ് നടത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമാണ് നിറവേറ്റുന്നത്. ഇപ്പോ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ BCom BA ഒക്കെ പ്രൈവറ്റ് ആയിട്ട് പഠിക്കുമല്ലോ, അതുപോലെ കോഴ്സ് പഠിപ്പിക്കുക എന്നുള്ള ട്യൂട്ടറിംഗ് മാത്രമാണ് ഞങ്ങൾ അതിന്റെ ഭാഗമായി നടത്തുന്നത്. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതും RSDCA ആണ്. അവര് പറയുന്ന കാര്യങ്ങൾ വെച്ച് മാത്രമേ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അല്ല സാറിനെ ഞാൻ സംശയിച്ചല്ല. അല്ലെന്ന് ഗൂഗിളിൽ ഇപ്പോഴും ലാറ്ററൽ എൻട്രി അത് അപ്ഡേറ്റ് ആയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ആശങ്ക എനിക്ക് മനസ്സിലായി. എന്നെ സംശയിച്ചെന്നുള്ള ആക്ഷേപം ഞാൻ വെച്ചിട്ടില്ലല്ലോ. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ സൗവർണിക ബിനോയ്. സാർ എക്സാം ഓൺലൈൻ ആയിട്ടാണ്. എക്സാമിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. സൗവർണിക ഞാൻ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ നമ്മുടെ റെക്കോർഡ് ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഒരു സെക്കൻഡ് അർജുൻ, മറ്റ് കൺട്രി നോക്കാൻ പറ്റുമോ? അത് എന്ത് കാര്യത്തിൽ? എല്ലാ കൺട്രിയും നോക്കാം. ഏത് കൺട്രികളിൽ നിന്ന് നോക്കാം നമ്മുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട്. അതിനാണ് നമ്മൾ 2 സർട്ടിഫിക്കറ്റ് തരുന്നത്. അർജുൻ ചോദിച്ചോളൂ. സാറേ ഈ നമ്മുടെ ഈ മെയിൻ എക്സാം ഒക്കെ ഇല്ലേ, മെയിൻ എക്സാം ഫോണിൽ കൂടെ ചെയ്യാവോ അതോ കഫേ പോണോന്നുണ്ടോ? മെയിൻ ആയിട്ടുള്ള എക്സാം ഫോണിൽ കൂടി തന്നെ ചെയ്യാം. അത് നിങ്ങളുടെ ആദ്യത്തെ ഓരോരുത്തരുടെയും സ്കില്ല് വ്യത്യാസപ്പെട്ടായിരിക്കും ഇരിക്കുക. ഫോണിനകത്ത് ഇത് വളരെ എളുപ്പമുള്ള ഒരു പ്രോസസ്സാണ് ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അത് നിങ്ങളിപ്പോ ചെയ്യുന്ന പോലെ തന്നെ ഗൂഗിൾ ഫോം ആണ്. ആ ഗൂഗിൾ ഫോം വഴിയാണ് നിങ്ങൾ ആ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് പോലെ തന്നെ അത്രേ ഉള്ളൂ. പക്ഷെ ചില ആൾക്കാർക്ക് അത് ഫോണിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാപ്തിക്കുറവ്, അല്ലെങ്കിൽ സ്കില്ല് അതൊന്നും ഇല്ലാതെങ്കിൽ സിസ്റ്റത്തിലോ മറ്റോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. അത് 2 മണിക്കൂർ എക്സാമുകൾ കൂടെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചിന്തിച്ച് തീരുമാനമെടുക്കുക കേട്ടോ. എപ്പോഴായിരിക്കും അതിന്റെ ഡേറ്റ്? മെയിൻ എക്സാമിൽ ഒരു സെക്കൻഡ് ഞാൻ ഇതിന്റെ മറുപടി ഒന്ന് പറഞ്ഞോട്ടെ. മെയിൻ എക്സാമിന്റെ തീയതിയും സമയവും എപ്പോഴാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല നിശ്ചയിക്കുന്നത്. അത് എക്സാം ബോർഡ് ആയിരിക്കും. മോസ്റ്റ്ലി അത് പകൽ സമയത്തായിരിക്കും എക്സാം നടക്കുക. ഒന്നുകിൽ 11 മണി മുതൽ 11:50 വരെ, അല്ലെങ്കിൽ 12 മണി മുതൽ 12:50 വരെ, അല്ലെങ്കിൽ 2 മണി മുതൽ 2:50 വരെ. ഈ 3 സമയക്രമങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ
ചില കുറച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ ആ സമയത്ത് എക്സാം എഴുതാൻ പറ്റാത്ത ചില പരിമിതികൾ തൊഴിൽപരമായോ അവരുടെ കുടുംബപരമായോ ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകാറുണ്ട്. അത്തരം ആളുകൾക്ക് ഒരു സേ എക്സാം നടത്തുന്നതായിരിക്കും. ചിലപ്പോ സേ എക്സാം നിങ്ങൾക്ക് നൈറ്റ് അനുവദിച്ച് തരാറുണ്ട്, എക്സാം ഈ സർട്ടിഫിക്കേഷൻ കൗൺസിലിംഗ്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു 3-4 ബാച്ചിലെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു നൈറ്റ് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് എക്സാം, ഒരു സേ എക്സാം നടത്തുന്നതാണ്. ആ എക്സാമിന് പ്രത്യേകമായി പൈസയൊന്നും പ്രത്യേകമായി അടക്കേണ്ടതില്ല കേട്ടോ. ഓക്കെ, ചോദിക്കും. ഈ നമ്മുടെ സാറിപ്പോ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ TV-യിൽ എപ്പോഴും പരസ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. ഐബിസ്, ആദീസ് അങ്ങനത്തെ ഒക്കെ. അപ്പോ അവിടെ അതിൽ തന്നെ ഒരിടത്ത് കൊടുക്കുന്നത് അമേരിക്കൻ ഡിപ്ലോമാറ്റ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ആണ് ഈ പറഞ്ഞ പേരുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാല്, അപ്പോ ആ അമേരിക്കൻ ഡിപ്ലോമാറ്റ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭയങ്കര വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഞാൻ പറയാം. അതായത് കേരളത്തിൽ തന്നെ UGC സർട്ടിഫിക്കറ്റ്, കേരളത്തിൽ തന്നെ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കാർഷിക യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി, അങ്ങനെ കുറെ യൂണിവേഴ്സിറ്റികളുണ്ട്. എല്ലാത്തിന്റെയും സർട്ടിഫിക്കറ്റിന് ഒരേപോലെ തന്നെ വാല്യുള്ള സർട്ടിഫിക്കറ്റുകളാണ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും ഇപ്പോ ഇന്ത്യക്കകത്തും വിദേശത്തും ഒട്ടനവധിയായിട്ടുള്ള സർട്ടിഫിക്കേഷൻ കൗൺസിലുകളുണ്ട്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും ഓരോ സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ നോട്ട്സും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് അതിന്റെ ഒരു ക്വാളിറ്റി നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്കും ഓരോ തരത്തിലുള്ളതാണ്. ഇപ്പൊ ആദീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കില്ല ISST കൊടുക്കുന്നത്. ISST വേറൊരു സൗദി ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. ഡിപ്ലോമാറ്റ് ഏതാണ് IBC കൊടുക്കുന്നത്? ഐബിസ് എനിക്കറിയില്ല, ഓർമ്മയിലില്ല. ISST കൊടുക്കുന്നത് സൗദി ആസ്ഥാനമായിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് ഞാൻ നോക്കുന്നത്. ഇന്റർനാഷണൽ അമേരിക്കൻ ഡിപ്ലോമാറ്റ് സർട്ടിഫിക്കേഷനാണ് കൊടുക്കുന്നത്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും ഓരോരോ സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് അക്രഡിറ്റേഷൻ എടുത്തിട്ടുള്ളത്. അപ്പോ അതാണ് സർട്ടിഫിക്കേഷൻ കൗൺസിലുകൾ സർട്ടിഫിക്കറ്റിലാണ് കൊടുക്കുന്നത്. അതെല്ലാവരും ഒരേപോലെ തന്നെ വാല്യുള്ളതാണ്. ഒന്നും MG യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കാലിക്കറ്റിനേക്കാളും മെച്ചമാണെന്നോ കാലിക്കറ്റിന്റെ കേരളയിനേക്കാളും മെച്ചമാണെന്നോ പറയാൻ പറ്റില്ല. ഇതെല്ലാം അതുപോലെ തന്നെ ഇന്റർനാഷണൽ തലത്തിൽ പ്രവർത്തിക്കുന്ന സർട്ടിഫിക്കേഷൻ കൗൺസിലുകളാണ് കേട്ടോ. അപ്പൊ IBCക്കും അമേരിക്കൻ ഡിപ്ലോമാറ്റ് സർട്ടിഫിക്കേഷന് ഇപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ജോലിക്ക് ചെല്ലുമ്പോ ഒരേ വാല്യൂ ആണോ? അതെ, ഇതെല്ലാം ഒരേ ലെവലിലുള്ള സർട്ടിഫിക്കേഷൻ കൗൺസിലുകളാണ് കേട്ടോ. ക്ലിയർ ആയി. അമർജിത്ത് എക്സാം പറഞ്ഞു ഞാൻ. അടുത്തത് പ്രീത ആണ്. പാസ്സാകാൻ എത്ര മാർക്ക് വേണമെന്നുണ്ട്? അയ്യോ പ്രീത, എന്തിനാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? നിങ്ങൾ വിജയത്തെ കുറിച്ച് മാത്രം ചിന്തിക്കും. 100-ൽ 35 മാർക്കാണ് വിജയിക്കാൻ വേണ്ടത്. ഇന്റർണൽ മാർക്കും പിന്നെ മെയിൻ എക്സാമിന്റെ മാർക്കും കൂടി ചേർന്നിട്ട്. ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. നമ്മൾ ആ ടൈം സ്ലാബ്, ആ ഒരു മാർക്കിന് ഒരു സ്ലാബ് നിശ്ചയിച്ച് മിനിമം ഇത്ര മാർക്ക് മേടിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ. നിങ്ങൾക്ക് അത്യുജ്വലമായിട്ടുള്ള ശേഷി ഉണ്ടെന്ന്, നിങ്ങൾ ഏറ്റവും ഉയർന്ന രീതിയിൽ ഉജ്ജ്വലമായിട്ടുള്ള രീതിയിൽ സ്വപ്നം ചെയ്യുകയാണോ? നമ്മുടെ ഒരു ചൊല്ലുണ്ട് ഇല്ലേ, ആകാശത്തോളം ആഗ്രഹിച്ചാലാണ് കുടുംബം കിട്ടുള്ളൂ ഇല്ലേ? നിങ്ങള് ഉജ്ജ്വലമായിട്ട് വിജയം നിങ്ങൾ കാണോ? നിങ്ങൾക്ക് 100 മാർക്ക് വെച്ചിട്ട് 100 മാർക്ക് വെച്ചിട്ട് ഓരോ സബ്ജക്റ്റിലും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വരുന്നത് കണ്ണടച്ച് നിങ്ങളൊന്ന് ആസ്വദിച്ചു നോക്കിയേ. കണ്ണടച്ചിട്ടൊന്ന് ആസ്വദിച്ചു നോക്കൂ. നിങ്ങൾ കോൺവെക്കേഷന് വന്ന് ആ യൂണിഫോം ഒക്കെ ഇട്ട് നിങ്ങളുടെ വീട്ടുകാരോടൊപ്പം വിജയം തുടിക്കുന്ന കണ്ണുകളോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് വലിയൊരു വേദിയിൽ പൂത്തിരിയൊക്കെ കത്തുന്ന ഒരു വേദിയിൽ നിന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് വാങ്ങുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ചെറിയ 35 മാർക്കിന്റെ കാര്യമൊന്നും ആലോചിക്കരുത്, അത് വിട്ടുകളാ. നിങ്ങൾക്ക് അതിനൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഈ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ തരുന്നത്. കേരളത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും സ്കിൽ കോഴ്സുകൾക്ക് മോക്ക് ടെസ്റ്റ് ഒന്നും കൊടുക്കാറില്ല.
പക്ഷെ നമ്മുടെ വിദ്യാർത്ഥികളുടെ പരിമിതികൾ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ തരുന്നത്, എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. കേട്ടോ? അപ്പൊ ഈ ഒരു നെഗറ്റീവ് തോട്ടുകളൊന്നും ആർക്കും പാടില്ല കേട്ടോ. നമ്മള് മിനിമം മാർക്കിനെ കുറിച്ച് ചിന്തിക്കുകയോ വേണ്ട. നിങ്ങൾ എല്ലാവരും നല്ല മാർക്ക് വാങ്ങി പാസ്സാണ്. ഓക്കെ, റൈറ്റ്. ഇന്റേൺഷിപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു. സഹീർ ചോദിച്ചിട്ടുണ്ട്, ശ്രീഭ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന സമയത്ത് ക്ലാസ്സിൽ ഇല്ലാതെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണുക. പ്ലേസ്മെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. 5 റെക്കോർഡ് ക്ലാസ് കാണുക. ഫാദറിന്റെ ഒരു ചോദ്യം കൂടിയുണ്ട്. ഇഫ് വി ആർ രജിസ്റ്റേർഡ് ഫോർ PG but after the diploma course can be stopped? Sure, you can. സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. കേട്ടോ? അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. PG കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇനി PG-നുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇപ്പൊ വേണം, അടക്കാൻ പൈസ ഇല്ല. ഡോണ്ട് വറി, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വരും. അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങൾ PG-യുടെ സമയത്ത് ആ 2000 രൂപ അടച്ചാൽ മതിയാണ്. അതായത് PG ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആ സമയത്ത് വേണം, കയ്യിൽ പൈസ ഇല്ല. പൈസ ഇല്ലാതെ പറഞ്ഞാല് ആ കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്, നമുക്ക് മാനുഷികമായി ചിന്തിക്കാൻ സാധിക്കുന്ന ടീമാണ് സ്മാർട്ട് സ്റ്റേറ്റ് പിറകിലുള്ളത്. ഒരു വിഷമവും ആ കാര്യത്തിൽ വിചാരിക്കേണ്ട, നിങ്ങൾക്ക് ആ സമയത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരാം. PG-യുടെ സമയത്ത് ആ പൈസ അടച്ചാൽ മതിയാകും. കേട്ടോ? നേഹ വിനോദ്, ഇന്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൊക്കാലിറ്റിയിലായിരിക്കുമോ? നേഹ, എല്ലാ ലൊക്കാലിറ്റിയിലും ഇതുപോലെ ഇന്റേൺഷിപ്പ് ഉണ്ട്. എല്ലാ ലൊക്കാലിറ്റിയിലും ഉണ്ട്. തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെ മുഴുവൻ ജില്ലകളിലും ഉണ്ട് കേട്ടോ. അപ്പൊ നിലവിൽ ഇന്റേൺഷിപ്പ് കിട്ടുന്നുണ്ട്. സത്യം. 4th മൊഡ്യൂൾ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അത് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കും. ഇല്ല, അതിന്റെ ഒരു റെക്കോർഡ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. അതിന്റെ ഒരു റെക്കോർഡ് വീഡിയോ ആണ് ഇട്ട് തരുന്നത്. അത് നോക്കിയിട്ട് നിങ്ങൾ വീട്ടിൽ ഇരുന്നാണ് പഠിക്കേണ്ടത്. രേണു ഷാജി, സാർ PG എടുത്തിട്ടുള്ള ഒരാൾക്ക് ഡിപ്ലോമ എക്സാം കഴിഞ്ഞ് PG വേണ്ട എന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ നമ്മൾ 2000 മുടക്കേണ്ടി വരുമോ? ഇല്ല, ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ക്യാൻ ഓൺ ആക്കിയിട്ടാവുന്നു, ക്യാൻ ഓൺ ആക്കിയിട്ടാവുന്നു എഴുതണം ചെയ്യാൻ. ഫാദർ, ഐ കുഡിന്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഫാദറിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായില്ല, ഒന്ന് ആവർത്തിക്കാമോ? ഫാദർ ഓൺലൈനിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൺലൈനായിട്ടൊന്ന് ചോദിക്കാമോ? ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ സ്മാർട്ട് ശ്രീ അക്കാഡമി ഏത് യൂണിവേഴ്സിറ്റി ആയിട്ട് അഫ്ലിക്റ്റഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അത് ബോർഡുമായിട്ടാണ്? ഞാൻ പറയാട്ടോ, ശ്രദ്ധിച്ചല്ലേ, വളരെ ശ്രദ്ധിച്ചേക്കേണ്ട ഒരു ചോദ്യമാണ്. അതായത് നമ്മുടെ അതിന്റെ ഡയറക്റ്റ് ഉത്തരം ഞാൻ പറയാട്ടോ. ഞാൻ ഇതിന്റെ ഒരു ഇൻഡയറക്റ്റ് ഉത്തരം പറയുന്നു. ഞാൻ ഇടയ്ക്ക് കുറെ പരസ്യങ്ങൾ ഇങ്ങനെ കാണാറുണ്ട്. ഞാൻ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരസ്യങ്ങൾ കയറി വരാൻ വേണ്ടിയിട്ട് എന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പുതിയ കോഴ്സുകളൊക്കെ എന്ത് കോഴ്സ് വന്നാലും പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്താൽ അപ്പൊ തന്നെ എനിക്ക് വരാറുണ്ട്. അപ്പോ ഈ വടക്കേ ഇന്ത്യയിലെ, നോർത്ത് ഇന്ത്യയിലെ കുറെ യൂണിവേഴ്സിറ്റികളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, മോണ്ടിസോറി കോഴ്സ്, HR മാനേജ്മെന്റ് കോഴ്സ്, ഈ കോഴ്സുകളുടെയൊക്കെ പരസ്യങ്ങൾ ഞാൻ കാണാറുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെയോ വേറെ ഏതെങ്കിലും ഒരു വൊക്കേഷണൽ കോഴ്സ് ഉണ്ടല്ലോ, ഒരു തരത്തിലുള്ള വൊക്കേഷണൽ കോഴ്സും UGC അപ്രൂവ്ഡ് ആയിട്ട് ചെയ്യുന്നില്ല. UGC അപ്രൂവ്ഡ് ആയിട്ട് ആ കോഴ്സുകളൊന്നും തന്നെ ചെയ്യുന്നില്ല. ശ്രദ്ധിച്ച് കേൾക്കേണ്ട പോയിന്റാണ്. UGC അപ്രൂവ്ഡ് ആയിട്ട് ചെയ്യുന്നില്ല. ചില യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലെ തന്നെ ചില പെട്ടിക്കണ യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് ഹെൽത്ത് കെയർ മാനേജ്മെന്റിൽ ഏറ്റവും നന്നായി ചെയ്യുന്ന, അത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. അത് യൂണിവേഴ്സിറ്റിയാണ്. അവരുടെ ഹെൽത്ത് കെയർ പ്രോഗ്രാം ഉണ്ട്. അത് 2 വർഷത്തെയും 3 വർഷത്തെയും പ്രോഗ്രാമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അതല്ലാതെ 6 മാസത്തെയോ 4 മാസത്തെയോ 5 മാസത്തെയോ വൊക്കേഷണൽ കോഴ്സുകളായി UGC അപ്രൂവഡ് ആയിട്ടുള്ള ഒരു കോഴ്സും ആരും ചെയ്യുന്നില്ല. നോർത്ത് ഇന്ത്യക്കതൊക്കെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ പെട്ടിക്കട യൂണിവേഴ്സിറ്റികൾ പോലെ ഉണ്ട്. എന്ന് വെച്ചാല് ഞാൻ ഈ പെട്ടിക്കട യൂണിവേഴ്സിറ്റി കൊണ്ട് അവിടെ തറന്നാലും പറയുന്നൊന്നുമല്ലോ, അവിടെ പൈസ കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന സ്കീമുകളുണ്ട്.
പൈസ കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങും. പക്ഷെ ആ യൂണിവേഴ്സിറ്റി ഈക്വൽ ഉണ്ടാവും. 3 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ ആ യൂണിവേഴ്സിറ്റി ഉണ്ടാവില്ല. അവര് പുതിയൊരു പേരിലായിരിക്കും പിന്നെ ആ യൂണിവേഴ്സിറ്റി വരുന്നത്. അങ്ങനെ മാറി പോകുന്ന ഒരുപാട് ഇത് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും കേരളത്തിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണുണ്ടോ? കേരളത്തിൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറെ യൂണിവേഴ്സിറ്റികളുടെ അപ്രൂവൽ UGC എടുത്ത് കളഞ്ഞതായിട്ട് ഒരു 2 മാസം മുന്നത്തെ ഒരു പത്രത്തിൽ ഞാൻ കണ്ട ഒരു വാർത്തയായിരുന്നു. ഞാൻ ആ യൂണിവേഴ്സിറ്റിക്ക് ഒന്നും പേര് ജീവിതത്തിൽ കേട്ടിട്ടില്ല. കേരളത്തിൽ പ്രവർത്തിക്കുന്ന എടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അത്തരത്തിലുണ്ട് വൊക്കേഷണൽ കോഴ്സുകൾ, സ്കിൽ കോഴ്സുകൾ ബോർഡുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. സർട്ടിഫിക്കേഷൻ കൗൺസിലുകൾ, സർട്ടിഫിക്കേഷൻ ബോർഡുകളുടെ കീഴിലാണ് പൊതുവിൽ നടത്തപ്പെടുന്നത് ഇന്ത്യക്കകത്ത്. ഓക്കെ, നമ്മള് RSPC എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് നമ്മൾ അക്രഡിറ്റേഷൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഫാദർ ചോദിച്ച ചോദ്യം പക്ഷെ ഇതായിരുന്നില്ല ടെക്സ്റ്റ് ചെയ്തത്. എക്സാമുമായി ബന്ധപ്പെട്ടുള്ള എന്തൊന്നായിരുന്നു? ക്യാമ ഓൺ ചെയ്താക്കിയിട്ടാണോ? ക്യാമറ ഓൺ ചെയ്തിട്ട് വേണമല്ലോ എക്സാം എഴുതാനായിട്ട്, അതാണെന്ന് തോന്നുന്നു. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നേഹ വിനോദ്, കോഴ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നമ്മൾ ഡയറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരണോ? വേണ്ട. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരണമെന്നേ നിർബന്ധമില്ല. ഒരു കാര്യത്തിനും വരേണ്ടതില്ല. നിങ്ങളുടെ വീട്ടിൽ സർട്ടിഫിക്കറ്റ് എത്തും. വീട്ടിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് കേട്ടോ. അതിൽ ഒരു തരത്തിലുമുള്ള ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് വീട്ടിൽ കിട്ടുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കാര്യത്തിനും നേരിട്ട് വരണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് നിർബന്ധമില്ല. എങ്കിലും കോൺവെക്കേഷൻ സമയത്ത് അത് വലിയ സന്തോഷമല്ലേ? നിങ്ങൾ പഠിച്ച് നിങ്ങൾ സമയം ചെലവഴിച്ച് ചാളക്ക് മുറിക്കുമ്പോഴും അരക്കുമ്പോഴും ഒക്കെ നിങ്ങൾ ഹെഡ്ഫോൺ ഒക്കെ കുത്തിയിട്ടിരുന്ന് പഠിച്ച് പാസ്സായിട്ടുള്ള ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഉണ്ട്. നിങ്ങളുടെ കുടുംബാംഗങ്ങളോടൊത്ത് ഒരു വലിയ ചടങ്ങിൽ വെച്ച് കോൺവെക്കേഷനിൽ വന്ന് ആ സർട്ടിഫിക്കറ്റ് വേദിയിൽ വെച്ച് വാങ്ങുക എന്നുള്ളത് ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഓർത്ത് വെക്കാവുന്ന നല്ലൊരു നിമിഷമായിരിക്കുന്നേ. അപ്പൊ പരമാവധി എത്രയും ആളുകൾ വരാൻ പറ്റുന്നവർ, ഓരോരുത്തർക്ക് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ആണല്ലോ, അങ്ങനെ വരാൻ പറ്റുന്നവർ വരിക. കോൺവെക്കേഷനിൽ നമ്മുടെ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ കോൺവെക്കേഷൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കോൺവെക്കേഷനിൽ രാവിലെ UAE വന്ന് ഇവിടെ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ തിരിച്ചു പോയി ഒരു പെൺകുട്ടി ജഫ്ന തിരിച്ചുപോയി. ആ കുട്ടി അവളുടെ ജീവിതത്തിൽ ഇന്ന് വരെയും ഒരു കോൺവെക്കേഷൻ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല. ഒരു 35+ ഏജുള്ള ഒരാളാണ്. ആ സമയത്തൊക്കെ ഡിഗ്രിക്ക് ഒരു കോൺവെക്കേഷൻ പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പോ അങ്ങനെ അതൊരു വലിയ അനുഭവമായിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ. എല്ലാ കാലവും മുന്നോട്ടേക്ക് വിജയം കുറിപ്പിച്ച ഒരു വസന്തമുള്ളിൽ കാത്ത് സൂക്ഷിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ഊർജം നൽകുന്ന ഒരു അനുഭവമായിരിക്കും കേട്ടോ. റൈറ്റ്. അടുത്തത് നേഹ വിനോദ്, അനിത, ഫാദറിന്റെ സ്മാർട്ട് അക്കാദമീസ് അത് പറഞ്ഞു. ഓക്കെ, സംഗീത നല്ല സാറായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. സംഗീത നല്ല സാറായിരുന്നു എന്നും പറയാം. അഞ്ജു സച്ചി, അബ്രോഡ് ആണെങ്കിലോ അബ്രോഡ് സാലറി അത് ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഹോസ്പിറ്റലുകളുടെയും മാനേജ്മെന്റിന്റെ ഒരു പോളിസി മെത്തഡിന്റെ അടിസ്ഥാനത്തിലാണ്. 35 രൂപയൊക്കെ തുടങ്ങിയിട്ട് മുകളിലേക്കുള്ള ആളുകൾ എനിക്കറിയാമല്ലോ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ചിട്ടുള്ളവര്. ഷംസീനയെ ഇന്റേൺഷിപ്പ് എത്ര മന്ത് ചെയ്യേണ്ടി വരും? ഇന്റേൺഷിപ്പ് മിനിമം ഒരു 2 മാസം എങ്കിലും ചെയ്യണം. മിനിമം 3 മാസമാണ് സഫീഷ്യന്റ് ആയിട്ട് വേണ്ടത്. മിനിമം 2 മാസമെങ്കിലും ചെയ്യണം. നിവേദ്യ അപ്ലിക്കേഷന്റെ അടുത്ത ക്വസ്റ്റ്യൻ, കോൺവെക്കേഷന് വരാൻ പറ്റിയില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് പോസ്റ്റർ വഴി കിട്ടും കേട്ടോ. ഫിറോസിയ ഷാഹിർ, ഹോളിഡേയ്സിലായിരിക്കുമോ? ഐ മീൻ സൺഡേ ഓർ സാറ്റർഡേ? എന്തോന്നാണ്? എക്സാം ആണോ? എക്സാം ആണ് സാർ. എക്സാം വർക്കിംഗ് ഡേയിലായിരിക്കും, നിശ്ചയമായി വർക്കിംഗ് ഡേയിലായിരിക്കും. ഓക്കെ, ശനിയാഴ്ചയും ഉണ്ടായേക്കാം. ഞായറാഴ്ച കാരണവശാലും എക്സാം ഉണ്ടാവില്ല. സൗഭർണിക ബിനോയ് സാർ, ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ തൊടുപുഴയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ആ ഡിസ്ട്രിക്റ്റിലെ തന്നെയുള്ള ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരം ചെയ്തു തരാമോ? നമുക്ക് പരമാവധി നോക്കാം സൗഭർണിക. ആ സമയത്ത് അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണല്ലോ. ഇടുക്കിയിലേക്ക് ഇഷ്ടംപോലെ വേണ്ടികൾ വരാറുണ്ട്. അഞ്ജന കിട്ടി. PGക്കാർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ആദിത്യ ദേവ്, റിസൾട്ട് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുക? റിസൾട്ട് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഗൂഗിൾ ക്ലാസ് റൂമിലും ആയിരിക്കും പബ്ലിഷ് ചെയ്യുക. ഗൂഗിൾ ക്ലാസ് റൂമിലും പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും ആയിരിക്കും പബ്ലിഷ് ചെയ്യുക. ഓക്കെ,
നമ്മളിപ്പോ സംസാരിച്ച് തുടങ്ങിയിട്ട് ഏകദേശം 1.5 മണിക്കൂറായി എന്ന് തോന്നുന്നു. കൃത്യം 12 മണിയായി. എന്തായാലും ഈ ക്ലാസ്സിന്റെ അവസാന ഈ ചോദ്യങ്ങളൊന്നും തന്നെ കമന്റ് ബോക്സിൽ കാണുന്നില്ല. ഈ ക്ലാസ്സിനകത്തുള്ള അവസാന വിദ്യാർത്ഥിയുടെ അവസാന ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ട് ഞാനെന്ത് ഷെയർ ചെയ്യുന്ന എഴുതിക്കൊള്ളുന്നതായിരുന്നു. ഓക്കെ, ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സർ, എക്സാം നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ ആ ഫോണിൽ തന്നെയാണോ, അല്ലെങ്കിൽ അതേ മാതൃകയിൽ തന്നെയാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന ആ ഫോണിൽ തന്നെയാണ് ക്യാമറ ഓൺ ആക്കി വെക്കേണ്ടത്? അതെ അതെ അതെ. ഓക്കെ സർ. നെക്സ്റ്റ്. സാർ, ആലപ്പുഴ ജില്ലയിലെ ഹോസ്പിറ്റൽസിലെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യോ? നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലെയും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാർ, മെയിൻ എക്സാം അല്ലാണ്ട് ഇടയിലെ മൊഡ്യൂൾ എക്സാം വരുമ്പോഴും നമ്മൾ ലൈവായിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ടാണ് എക്സാം എഴുതേണ്ടത്? അതെ, ക്യാമറ ലൈവായിട്ട് ഓൺ ചെയ്യിപ്പിച്ചിട്ട് എക്സാം എഴുതാൻ അനുവദിക്കാറുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും വൈഫൈയുടെ ഇഷ്യൂ അങ്ങനെ വരികയാണെങ്കിൽ അത് എക്സാമിനെ ബാധിക്കുമോ? നിശ്ചയമായും ബാധിക്കും. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓൺലൈൻ എക്സാം ഒക്കെ നേരത്തെ നടത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വൈഫൈ പ്രോബ്ലം, നെറ്റ് കണക്ഷൻ, റേഞ്ച് പ്രോബ്ലം ഒക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്തരം ഉള്ള സ്ഥലത്ത് മെയിൻ എക്സാമിന് കയറുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടോ അല്ലെങ്കിൽ നല്ല റേഞ്ച് ഉള്ള സ്ഥലത്തേക്ക് നിങ്ങൾ മാറുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ എക്സാം എഴുതാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാർ, ഡിപ്ലോമക്ക് 4 എക്സാം ഉണ്ട് എന്നല്ലേ പറഞ്ഞത്? അതെ. അത് ഒന്ന് ഫസ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂളും? അല്ല, ഫസ്റ്റ് മൊഡ്യൂൾ ഒരു എക്സാം, സെക്കൻഡ് മൊഡ്യൂൾ 2 എക്സാം, തേർഡ് മൊഡ്യൂൾ 3, ഫോർത്ത് മൊഡ്യൂൾ 4. ഓരോ മൊഡ്യൂളിനും ഓരോ എക്സാം. 60 മാർക്കിന്റെ 60 ചോദ്യങ്ങൾ. അപ്പൊ ഒരു മൊഡ്യൂളിന് 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരിക? യെസ്. ഓക്കെ സാർ. സാർ, ഒരു ഡൗട്ട്. പറയൂ. ഈ ആദ്യം ഡിപ്ലോമയുടെ എക്സാം ഉള്ളപ്പോ അത് എത്ര ദിവസമാണ് ഡിപ്ലോമയുടെ എക്സാം? 4 ദിവസം. അത് കഴിഞ്ഞിട്ട് PG ഡിപ്ലോമയുടെ ആണല്ലോ 3 ദിവസം. 3 ദിവസം? 3 ദിവസമല്ലേ ഉള്ളത് പിന്നെ. ഓക്കെ, അമൽജിത്ത് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. എക്സാം ടൈം വീഡിയോ ഓർ ഓഡിയോ ഓൺ ആക്കണോ, അല്ലെ വീഡിയോ മാത്രം ഓൺ ആക്കിയോ മതി? വീഡിയോ മാത്രം, ഓഡിയോ ഓൺ ആക്കേണ്ടതില്ല. വീഡിയോ മാത്രം. ഓക്കെ, എക്സാം എഴുതുന്ന സമയത്ത് നോയിസ് ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇട്ടു തരുന്നതാണ്. അതിനെ കുറിച്ചൊന്നും ആശങ്കപ്പെട്ടുണ്ടാകുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഉണ്ട് സാറേ, എത്ര ചോദിച്ചിട്ട് സംശയം ഇങ്ങനെ തീരുന്നില്ല. സംശയങ്ങൾ അക്ഷയഖനി പോലെ ഇങ്ങനെ വരാണ്. പെരുമഴ പെയ്യുന്നത് പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ പെരുമഴ പെയ്യുന്നത് പോലെ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെയ്തിറങ്ങുന്നുവെങ്കിൽ സംശയങ്ങളെ തടുക്കാനുള്ള ഒരു കുടയുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഒന്ന് നോട്ട് ചെയ്യുക എല്ലാവരും. ഓക്കെ, ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നല്ലോ, ഒരു അപ്പൂപ്പന്റെ വയസ്സ് 92. നല്ല കറുത്ത് ആരോഗ്യമുള്ള ഒരു അപ്പൂപ്പൻ, നീണ്ട വെളുത്ത തലമുടിയും താടിയും ഒക്കെ ഉള്ള ഒരു അപ്പൂപ്പൻ. ആ അപ്പൂപ്പന് ഒരു പേരക്കുട്ടിയുണ്ട്. ആ പേരക്കുട്ടിയുടെ വയസ്സ് 35 വയസ്സട്ടോ. ആ അപ്പൂപ്പൻ പേരക്കുട്ടിയും കൂടിയിട്ട് ഒരു മത്സരം നടത്തി. ആ മത്സരം നക്ഷത്രങ്ങളെ എണ്ണുക എന്നുള്ളതാണ്. ആകാശത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളുണ്ടല്ലോ, വെളുത്തത്, ചുവപ്പ്, പച്ച, നീല ഉണ്ടോ നക്ഷത്രം? നീലയില്ല, ഓക്കെ. മഞ്ഞ, സിൽവർ കളർ, അങ്ങനെ ഒരുപാട് നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങളെ എണ്ണി ഒരു മത്സരമാണ്, വെറുതെ ഒരു മത്സരം. ഞാനൊരു സ്റ്റോറിയായി പറയുന്നതാണ്, സമയമില്ലാത്തതുകൊണ്ട് ചോദിക്കും പറയുന്നത്. ഇപ്പൊ 92 വയസ്സുള്ള മുത്തച്ഛൻ 700 നക്ഷത്രങ്ങളെ എണ്ണി. 35 വയസ്സുള്ള പേരമകള് 300 നക്ഷത്രങ്ങളെ എണ്ണി. 92 വയസ്സുള്ള മുത്തച്ഛൻ, നിങ്ങൾ ഓർക്കുക, കറുത്ത്, നല്ല കറുത്ത്
നല്ല ആരോഗ്യം, 92 വയസ്സായിട്ടും നല്ല ആരോഗ്യമുള്ള, വെളുത്ത താടിയും വെളുത്ത മുടിയുമുള്ള ഒരു മുത്തച്ഛൻ. 92 വയസ്സ്. പേരമകള്, സുന്ദരിയായ ഒരു പേരമകള് 35 വയസ്സ്. മുത്തച്ഛൻ 700 നക്ഷത്രങ്ങളെ എണ്ണി, 700 നക്ഷത്രങ്ങളെ എണ്ണി. പേരമകൾ, പേരക്കുട്ടി 300 നക്ഷത്രങ്ങളെ എണ്ണി. ഞാൻ ഇപ്പോ പറഞ്ഞ നമ്പറുകൾ അതേ ക്രമത്തിൽ ആരെങ്കിലും ഒരാൾ 1 2 പേര് ടൈപ്പ് ചെയ്തിടാമോ കമന്റ് ബോക്സിൽ? കമോൺ ഫാസ്റ്റ്. ഞാൻ പറഞ്ഞ അത് ഓർഡറിലെ ആ നമ്പറുകളൊന്ന് ടൈപ്പ് ചെയ്തിടാൻ പറ്റുമോ? പടച്ചോനെ 96 എന്ന് പറഞ്ഞത് മൊത്തം നമ്പർ. എത്ര വയസ്സുള്ള മുത്തച്ഛൻ? യെസ്, മരിയാണ് ഫസ്റ്റ്. 92, 35, 700, 300. അത് എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 92 വയസ്സുള്ള മുത്തച്ഛൻ, 35 വയസ്സുള്ള മകള്, പേരമകള്, 700 നക്ഷത്രങ്ങൾ എണ്ണി, 300 നക്ഷത്രങ്ങൾ വേറെ എണ്ണി. ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 92 വയസ്സ് മുത്തച്ഛൻ, 35 വയസ്സ് മകള്, 700 നക്ഷത്രങ്ങളെ മുത്തച്ഛൻ എണ്ണി, 300 നക്ഷത്രങ്ങളെ മകളെണ്ണി. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാനൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. ഇതാണ് എന്റെ ബിസിനസ് നമ്പർ 92 35 700 300. നിങ്ങൾ എല്ലാവരും ഇത് ഫോണിൽ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. കാരണം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ബ്രോഡ്ബാൻഡ് മെസ്സേജസ് വിടും. വിടുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ സേവ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകണം. അപ്പൊ പറച്ചോളെ എന്താണ് നമ്പർ? ഒന്നുകൂടി ഇടാവോ? നമ്പർ ഇട്ടിട്ടുണ്ട്. കമന്റ് ബോക്സ് നോക്കൂലേ, ചറവർ ഇട്ടിട്ടുണ്ട്. ആരൊക്കെ ഇട്ടാക്കണം? മരിയ അഗസ്തി ഇട്ടാക്കുന്നു, അനിത ഇട്ടാക്കുന്നു, ഞാൻ ഇട്ടിട്ടുണ്ട്, ശ്രീബി ഇട്ടിട്ടുണ്ട്, അതിലിട്ടിട്ടുണ്ട്, രേഷ്മി ഇട്ടിട്ടുണ്ട്, കുറെ പേര് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോ ആ നമ്പർ എല്ലാവരും ഫോണിൽ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളോട് അതെന്തോന്നാണ്, ഇതെന്തോന്നാണ് നിങ്ങൾ അങ്ങോട്ട് ചോദിച്ച് സംശയം നിവർത്തിക്കാതെ എന്നോട് നേരിട്ട് ചോദിക്കാം. എന്റെ പേര് ജയദേവ്. ഓക്കെ, എന്നോട് നേരിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല എങ്കിൽ ഞാൻ നിശ്ചയമായും നിങ്ങളെ തിരിച്ചു വിളിക്കുകയോ വാട്സപ്പിൽ കണക്ട് ചെയ്യുകയോ ചെയ്യുന്നതാണ്. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് കുറെ കോൾ വന്നിട്ടുണ്ട്. കാരണം ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകളിലായിരിക്കും. അപ്പോ നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ ഞാനത് നിങ്ങൾക്ക് നിശ്ചയമായും അന്ന് തന്നെ മറുപടി തരാൻ സാധിച്ചില്ലെങ്കിലും തൊട്ടടുത്ത ദിവസം നിശ്ചയമായും നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും സംശയങ്ങളൊക്കെ തീർന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ നമ്മുടെ ഈ ഗൂഗിളിലെ ഈ RSDCയുടെ ഈ സ്കീം എന്താ അപ്ഡേറ്റ് ആവാറ് കിടക്കുന്നത്? അതെനിക്ക് അറിഞ്ഞുകൂടാ അർജുൻ. അത് നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ലല്ലോ, ഗൂഗിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ലേ, RSDCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ല അത്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സാർ ഇനി ക്ലാസ് ഉണ്ടാവുമോ? ഇനി ക്ലാസ് വെക്കാനുള്ള സമയമില്ലല്ലോ. ഇനി ഏകദേശം 17 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ഇതോട് കൂടിയിട്ട് ഈ ക്ലാസ് ശുഭം പറഞ്ഞു പിരിയുകയാണ്. അപ്പൊ എന്തായാലും വൈകി വന്ന വസന്തം പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഇത്രയും വൈകിയാണെങ്കിലും പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇതിനകത്ത് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ പറഞ്ഞ് ഏറ്റവും ക്രിയാത്മകമായി ഒരു മോറടിയുമില്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് പുഴയൊഴുകും പോലെ നമ്മുടെ ഒരു 1.5 മണിക്കൂർ സമയം ഇങ്ങനെ ഒഴുകി പോയി. അങ്ങനെ പോകാൻ വേണ്ടി സഹായിച്ച ഓരോരുത്തരെയും ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. ഓക്കെ, ടാറ്റ, ബൈ ബൈ. താങ്ക് യു സർ. താങ്ക് യു സർ.